ഗുഡ് ഈവനിങ് everybody. ഗുഡ് ഈവനിങ്. തൻ്റെ മനസ്സ് കീഴടക്കിയ ഒരാൾക്ക് അതാണ് അവൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. എന്നാൽ തൻ്റെ മനസ്സ് കീഴടക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് വരുന്നത്. നാം നമ്മുടെ മനസ്സിനെ കീഴടക്കാനായിട്ട് നമുക്ക് കഴിയണം. നിരവധി പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും തിരക്കുകളിലും ഒക്കെ പെട്ട് പ്രക്ഷുബ്ധമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയണം. അതിനെ ഒരു സുഹൃത്താക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം എളുപ്പമായിരിക്കും. അതല്ലാതെ ആ മനസ്സിനെ നമ്മൾ സുഹൃത്തായി കാണാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ കീഴടക്കാതെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് നമുക്ക് ഒരു ശത്രുവിൻ്റെ റോളാണ് ആ മനസ്സ് നമ്മളോട് കാണിക്കുക. അത് നമ്മളുടെ പരാജയത്തിലേക്ക് വന്ന് അവസാനിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എറിക്സൻ്റെ തിയറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എറിക്സൺ അദ്ദേഹത്തിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി, തിയറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് 8 സ്റ്റേജുകളിൽ കൂടിയാണ് ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സാധ്യമാകുന്നത്. 8 ഘട്ടങ്ങളിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. 8 സ്റ്റേജസ്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? 2 തരത്തിലുള്ള ക്രൈസിസുകൾ നേരിടുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ചാലഞ്ചുകൾ നമ്മൾ ആ ഓരോ ഘട്ടങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെയാണ് അദ്ദേഹം വിളിച്ച പേരാണ് ക്രൈസിസ് എന്ന് വിളിച്ചു. ചില സംഘർഷങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതിനെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകണം. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഡെവലപ്മെന്റ് സാധ്യമാകത്തുള്ളൂ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് നിർത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റൽ സ്റ്റേജുമായിട്ട് ഒരു സാമ്യം നമ്മുടെ ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിക്ക് ഉണ്ട്. എങ്കിലും അതിനേക്കാൾ ഒരുപടി മുമ്പിലാണ് ഏത് ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത്. സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ്. സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു. സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് അപ്പൊ അതില് 5 സ്റ്റേജുകളെ കുറിച്ചാണ് പറയുന്നത്. ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ് ആൻഡ് ഫൈനലി ജെനിറ്റൽ സ്റ്റേജ്. ഇങ്ങനെയുള്ള 5 സ്റ്റേജുകളിൽ കൂടിയാണ് ഡെവലപ്മെന്റ് സാധ്യമാകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. എന്താണ്? എൻറ്റയർ ലൈഫ് സ്പാൻ, ഒരു കുട്ടിയുടെ ജനനം തുടങ്ങി അവന്റെ ഡെത്ത് വരെയുള്ള ഒരു കാലയളവ്, ആ സ്റ്റേജുകളെ കുറിച്ചാണ് ഈ 8 സ്റ്റേജുകളിലൂടെ എറിക്സൺ പരാമർശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് ഇതിലെ ഏറ്റവും വലിയ നമ്മുടെ നമ്മളുടെ ഈ സിഗ്മണ്ട് ഫ്രോയിഡും എറിക്സണും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. കാരണം ആ ഇതിൽ ഈ എൻറ്റയർ ലൈഫ് സ്പാൻ കവർ ചെയ്യുന്നുണ്ട് ആരുടെ കേസിൽ? ഈ എറിക്സന്റെ കേസിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റൽ തിയറിയിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു 5 സ്റ്റേജുകളിൽ കൂടിയാണ് വികസനം സാധ്യമാകുന്നതെന്ന് പറയുന്നു. അവിടെയും എന്തുണ്ട്? ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ. നമ്മൾ ഇവിടെ എറിക്സന്റെ കേസിലും പറഞ്ഞതുപോലെ ഓരോ സ്റ്റേജുകളിലും എന്തുണ്ട്? കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് ക്രൈസിസ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റിലും എന്താണ്? നമ്മുടെ ഉള്ളിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെ ആ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത് 3 തരത്തിലുള്ള പ്രക്രിയകൾക്കിടയിലാണ്. ഈഗോ, സൂപ്പർ ഈഗോ. ഈഗോ, സൂപ്പർ ഈഗോ. ഇവയ്ക്കിടയിലാണ്, ഈ 3 കാര്യങ്ങൾക്കിടയിലാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത്. സൈക്കോ സെക്ഷുവൽ തിയറിയിൽ അതാണ് പറയുന്നത്, ഈ ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. അപ്പൊ അതില് ആ കോൺഫ്ലിക്റ്റിനെ, അവയ്ക്കിടയിലുള്ള ആ കോൺഫ്ലിക്റ്റിനെ നമ്മൾ അതിജീവിച്ചാൽ, അതിൽ സക്സസ് നമ്മൾ നേരിടുവാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ആണെന്ന് പറയാം.
ഏത് ഈ ഇഗോ, സൂപ്പർ ഇഗോ തുടങ്ങിയ ആ ഈ 3 കാര്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെ നമ്മൾ അതിജീവിക്കുമ്പോൾ നമ്മൾ എന്താകും? ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആകും. ഇനി അതല്ല, അവിടെ നമുക്കൊരു പരാജയമാണ് എങ്കിലോ, അവിടെ ഒരു ഫെയിലിയർ ആണ് നമ്മളെ കാത്തിരിക്കുന്നതെങ്കിൽ, അൺഹെൽത്തി പേഴ്സണാലിറ്റി, അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? അൺഹെൽത്തി ആയി പോകും, അവിടെ ഡെവലപ്മെന്റ് ഫെയിലിയർ ആയി പോകും എന്ന് ആര് പറയുന്നു? നമ്മുടെ സൈക്കോസെക്ച്വൽ ഡെവലപ്മെന്റൽ തിയറിയിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു. ഇപ്പൊ നമ്മുടെ മനസ്സിലിരിക്കട്ടെ, എന്താണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി? ഓർത്തു വെക്കുക, സൈക്കോസെക്ച്വൽ ഡെവലപ്മെന്റൽ തിയറിയാണ്. അതിൽ 5 സ്റ്റേജുകളാണ് പരാമർശിക്കുന്നത്. അത് വ്യക്തമായിട്ട് എടുക്കും, എന്നാലും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പോകേണ്ടത് കൊണ്ട് പറയുന്നതാണ്. ഓറൽ സ്റ്റേജ്, എയ്നൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്, ഇങ്ങനെയുള്ള 5 സ്റ്റേജുകളിൽ കൂടിയാണ് ഡെവലപ്മെന്റ് സാധ്യമാകുന്നത്. അവിടെയും ഇതുപോലെ കോൺഫ്ലിക്ട്സ് ഉണ്ട്, നമ്മുടെ എറിക്സൺ പറഞ്ഞതുപോലെ. പക്ഷേ അവിടെ 3 കാര്യങ്ങൾക്കിടയിലാണ് ഈ ഇഗോ, സൂപ്പർ ഈഗോ, ഇവയെ തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിജീവിച്ചാൽ, നമ്മൾ സക്സസ് അതിൽ നേരിടുവാണെങ്കിൽ, ആ കോൺഫ്ലിക്റ്റിൽ നമ്മൾ സക്സസ് ആണ് കണ്ടെത്തുന്നതെങ്കിൽ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിട്ട് ആ വ്യക്തി വികസിക്കുന്നു. ഇനി അതേസമയം അതിൽ ഒരു സമ്പൂർണമായ ഒരു പരാജയമാണെങ്കിൽ അവിടെ എന്താണ്? ഒരു അൺഹെൽത്തി പേഴ്സണാലിറ്റി ആവുകയാണ് ചെയ്യുന്നത്. ഇനി നേരെ നമുക്ക് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറിയിൽ വരുമ്പോൾ 5 എന്നുള്ളത് എന്ത് സ്റ്റേജായി? 8 സ്റ്റേജുകളായി കൂടി, 3 സ്റ്റേജ് കൂടി അവിടെ സൈക്കോ സോഷ്യൽ ക്രൈസിസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സൈക്കോ സോഷ്യൽ ക്രൈസിസ് ആണ്, അവിടെയും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് കൊടുത്ത പേരാണ് സൈക്കോ സോഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ അവിടെ സൈക്കോ സോഷ്യൽ മീൻസ് എന്താണ്? ഈ സൈക്കോ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് ഇൻഡിവിജ്വൽ നീഡ്സ്, ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങൾ, ദാറ്റ് ഈസ് ദ സൈക്കോ. ദെൻ സോഷ്യൽ മീൻസ് സൊസൈറ്റി. അപ്പോൾ സൈക്കോ ഒരു വ്യക്തിയുടെ നീഡുകളും സൊസൈറ്റിയൽ നീഡുകളും തമ്മിൽ എന്താണ്? ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷം അവിടെ ഉണ്ടാവുകയാണ്. സൊസൈറ്റിയൽ നീഡ്സ് ആൻഡ് ഇൻഡിവിജ്വൽ നീഡ്സ് തമ്മിലൊരു സംഘർഷം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അതിന് സൈക്കോ സോഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ തിയറിക്ക് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ സക്സസ് നേരിടുവാണെങ്കിൽ, ഈ പറയുന്നതിനെ അതിജീവിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ എന്താകും? ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറും. ഒരു ആരോഗ്യകരം, ഒരു ഹെൽത്തി ആയുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകും. അതേപോലെ ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇഗോ സ്ട്രെങ്ത് അവിടെ അച്ചീവ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇഗോ സ്ട്രെങ്ത് നമുക്ക് അവിടെ അച്ചീവ് ചെയ്ത് കിട്ടുമെന്ന് ആര് പറയുന്നു? എറിക്സൺ പറയുന്നു. എന്താ പറഞ്ഞത്? അതായത് സൈക്കോ ഓരോ ഘട്ടങ്ങളിൽ, 8 ഘട്ടങ്ങളിൽ കൂടിയാണ് ഒരു മനുഷ്യന്റെ വികസനം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള ക്രൈസിസുകൾ വരുന്നു. ആ ക്രൈസിസുകളെ അദ്ദേഹം സൈക്കോ സോഷ്യൽ ക്രൈസിസ് എന്ന് വിളിച്ചു. അതിന് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞാൽ, ഓരോ വ്യക്തികളുടെയും നീഡ്, അതായത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഇൻഡിവിജ്വൽ നീഡ്സ് പ്ലസ് സൊസൈറ്റിയൽ നീഡ്സ്, ഇതൊക്കെ തമ്മിലുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ സംഘർഷത്തിന്റെ അനന്തരഫലമായിട്ട് അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒരു സക്സസ് പേഴ്സണാലിറ്റി, സക്സസ് നേടിട്ടാൽ അവിടെ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിട്ട് അവൻ അല്ലെങ്കിൽ അവൾ വികസിക്കും. അതോടൊപ്പം തന്നെ അവൻ അല്ലെങ്കിൽ അവൾ ഒരു സംഭവം അച്ചീവ് ചെയ്യും. അതിന്റെ പേരാണ് എന്ത്? ഇഗോ സ്ട്രെങ്ത്. ഒരു ഇഗോ സ്ട്രെങ്ത് അവന് കിട്ടും, അല്ലെങ്കിൽ ഒരു ഇഗോ ക്വാളിറ്റി അവിടെ അവന് അല്ലെങ്കിൽ അവൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ സ്ട്രെങ്ത് പിന്നീടുള്ള അവന്റെ വ്യക്തി ജീവിതത്തിൽ കൂടുതൽ ഉപകാരപ്പെടും. മുന്നോട്ടുള്ള അവന്റെ പാതയിൽ എന്ത് ചെയ്യും? ഈ ഇഗോ സ്ട്രെങ്ത് അവനെ അല്ലെങ്കിൽ അവൾക്ക് ഉപകാരപ്രദമായി മാറും എന്നുള്ളതാണ് നമ്മുടെ സൈക്കോ സോഷ്യൽ തിയറിയിലൂടെ എറിക്സൺ പ്രസ്താവിച്ചത്. 8 സ്റ്റേജ്, ഓരോ സ്റ്റേജിലും കടന്നു പോകുമ്പോൾ എന്താണ്? നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാണെങ്കിൽ, നല്ല രീതിയിൽ പോകുവാണെങ്കിൽ ഹെൽത്തി പേഴ്സണാലിറ്റി ആകും. അപ്പൊ നമുക്ക് ആ ഹെൽത്തി പേഴ്സണാലിറ്റി പ്ലസ് ഒരു ഇഗോ സ്ട്രെങ്ത് എന്ത് ചെയ്യുവാണ്? അവിടെ ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. ആ ഇഗോ സ്ട്രെങ്ത് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ആ തിയറിയിൽ, ഇൻ ഹിസ് തിയറി he proposed that social experiences have a great influence on our personality throughout our life.
അപ്പൊ ഇദ്ദേഹം പറയുന്നത് സോഷ്യൽ എക്സ്പീരിയൻസ്, സാമൂഹ്യപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ, സോഷ്യൽ എക്സ്പീരിയൻസുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. സോഷ്യൽ എക്സ്പീരിയൻസ്, ഇൻ ഹിസ് തിയറി ഹി പ്രപ്പോസ്ഡ് ദാറ്റ് social experiences have a great influence in our personality. നമ്മുടെ വ്യക്തിത്വത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് സാമൂഹ്യപരമായിട്ടുള്ള എക്സ്പീരിയൻസ്, സോഷ്യൽ എക്സ്പീരിയൻസ്. ആരഭിപ്രായപ്പെട്ടു? എറിക് എറിക്സൺ. അപ്പോൾ എറിക് എറിക്സൺ പ്രപ്പോസ് ദാറ്റ് സോഷ്യൽ എക്സ്പീരിയൻസസ് ഹാവ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ അവർ പേഴ്സണാലിറ്റി ത്രൂ ഔട്ട് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളുടെ പേഴ്സണാലിറ്റിയെ വളരെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? സോഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, he emphasized the role of culture and society on the personality. അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുത്തു. എന്താണ് നമ്മുടെ വൈഗോട്സ്കിയും പറഞ്ഞത്? എന്താണ്? സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്. അതേപോലെ തന്നെ നമ്മുടെ എറിക്സണും പറഞ്ഞു എന്താണ്? he emphasized the role of culture and society on personality. കൾച്ചറും അതേപോലെ തന്നെ സൊസൈറ്റിയും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സൊസൈറ്റിയും അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറും. സൊസൈറ്റി എംഫസൈസ് ദാറ്റ് ദ റോൾ ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റി ഓൺ പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റിയിൽ, വ്യക്തിത്വത്തിൽ കൾച്ചറിന്റെയും അതുപോലെ സൊസൈറ്റിയുടെയും സ്വാധീനത്തെ അദ്ദേഹം എംഫസൈസ് ചെയ്തു പറഞ്ഞു. ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? എറിക് എറിക്സൺ. അക്കോർഡിംഗ് ടു എറിക്സൺ, ദ ഇഗോ ഡെവലപ്സ് as it successfully resolves the crises that are social in nature, or in other words, the ego developed through social interaction. എന്താ പറഞ്ഞു വെച്ചത്? അദ്ദേഹം പറയുന്നു ഈഗോ ഡെവലപ്പ്, ഓരോ വ്യക്തിയിലും ഈഗോ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് സക്സസ്ഫുള്ളി റിസോൾവ് ദ ക്രൈസിസ് ദാറ്റ് ആർ സോഷ്യൽ ഇൻ നേച്ചർ. സാമൂഹ്യ സ്വഭാവമായിട്ടുള്ള ഈ ക്രൈസിസുകൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്ത് കിട്ടും? ഒരു ഈഗോ സ്ട്രെങ്ത് കിട്ടും. നമ്മുടെ ഈഗോ ഡെവലപ്പ് ചെയ്യും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ്? ഈഗോ ഡെവലപ്പ് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ. ഈഗോ എന്തിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ നമ്മൾ ഓരോരുത്തരും ഈഗോ ഡെവലപ്പ് ചെയ്യുന്നു. ഓരോ വ്യക്തിയിലും ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത് സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആരാണ്? എറിക് എറിക്സൺ. പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ പറഞ്ഞത് ഇതിൽ നിന്നൊന്നും കളയാനില്ല. അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്ന് കുറിച്ചെടുക്കുക. അതായത് നമുക്ക് എപ്പോഴും ഏറ്റവും ഒരു തിയറിയുടെ ഉള്ളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ് എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് ഈഗോ ഡെവലപ്പ് ചെയ്യാൻ കാരണം. അപ്പൊ ഈ വ്യക്തിയിലുള്ള ഈഗോ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്തിലൂടെയാണ്? ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് സോഷ്യൽ ഇന്ററാക്ഷന് വളരെയേറെ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആണ്. Erickson's theory is concerned with becoming competent in the area of life. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രാപ്തിയുള്ളവരാക്കുക, കോമ്പിറ്റന്റ് ആക്കുക എന്നുള്ളതാണ് എറിക്സൺ തിയറി കൊണ്ട് വിഭാവന ചെയ്യുന്നത്. എറിക്സൺസ് തിയറി കൺസേൺ വിത്ത് ബിക്കമിങ് കോമ്പിറ്റന്റ് ഇൻ ദ ഏരിയ ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫ് ഏരിയ ഓഫ് ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കോമ്പിറ്റന്റ് ആക്കുക എന്നുള്ളതിൽ കൺസേൺഡ് ആണ് ആരുടെ? എറിക്സന്റെ തിയറി. Successful completion of each stage result in healthy personality and the acquisition of basic values. അതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഓരോ ക്രൈസിസുകളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് സക്സസ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് അതിജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്തുണ്ടാകും? നമ്മളുടെ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളുടെ ബേസിക് വാല്യൂസ് അക്വയർ ചെയ്യാനും അത് കാരണമാകും. ചില അടിസ്ഥാന മൂല്യങ്ങൾ എന്ത് ചെയ്യും? അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഫോർ എറിക്സൺസ് ക്രൈസിസ് ഈസ് സൈക്കോ സോഷ്യൽ നേച്ചർ. ആ എറിക്സൺ പറഞ്ഞ ആ ക്രൈസിസിന്റെ സ്വഭാവം എന്താണ്? ചോദിച്ച ചോദ്യം എന്താണ്? സൈക്കോ സോഷ്യൽ സ്വഭാവമുള്ളതാണ് ആ ക്രൈസിസ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്വഭാവം എങ്ങനെയാണ്? സൈക്കോ സോഷ്യൽ നേച്ചറിൽ ഉള്ളതാണ്. ഇൻ നേച്ചർ. ബിക്കോസ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ബിക്കോസ് ദേ ഇൻവോൾവ് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അതിലെന്തുണ്ട്?
സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അതിൽ സൈക്കോളജിക്കൽ നീഡ്സ്, ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കലായുള്ള നീഡ്സ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് അത് സൈക്കോ സോഷ്യൽ നേച്ചർ ആണെന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് ഇൻഡിവിജ്വൽ നീഡ്സ്, അത് സൈക്കോളജിക്കലി ആയിട്ടുള്ള നീഡുകൾ, സൊസൈറ്റിയൽ നീഡ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പൊതു സ്വഭാവം അതിനുണ്ട്. അതുകൊണ്ടാണ് അത് സൈക്കോ സോഷ്യൽ നേച്ചർ ആണെന്ന് പറഞ്ഞത്. അസേർഷൻ എന്താണ് അസേർഷനിൽ പറയുന്നത്? ക്രൈസിസ് ഡിഫൈൻഡ് ബൈ ദ എറിക്സൺ ഈസ് ഇൻ സൈക്കോ സോഷ്യൽ നേച്ചർ. ശരിയായ പ്രസ്താവനയാണ്. ഇനി അതിന്റെ റീസൺ എന്താണ്? ബിക്കോസ് ഇറ്റ് റിലേറ്റ് ടു the needs, psychological needs of an individual. ഇൻഡിവിജ്വലിന്റെ സൈക്കോളജിക്കൽ നീഡുകൾക്ക് അധിഷ്ഠിതമാണത്. അതുകൊണ്ടാണത് സൈക്കോ സോഷ്യൽ നേച്ചറിലാണെന്ന് പറയുന്നത്. എറിക്സൺ മെയിൻറ്റെയിൻ ദാറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ഇൻ എ പ്രീഡിറ്റർമൈൻഡ് ഓർഡർ ആൻഡ് ബിൽഡ് അപ്പോൺ ഈച്ച് പ്രീവിയസ് സ്റ്റേജ്. ദിസ് ഈസ് നോൺ ആസ് എപ്പിജെനറ്റിക് പ്രിൻസിപ്പിൾ. അത് നമ്മൾ ഇന്നലെ പഠിച്ചു. അദ്ദേഹത്തിന്റെ തിയറി എപ്പിജെനറ്റിക് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. നമ്മൾ റോസാപ്പൂവിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിലെന്താ പറയുന്നത്? എറിക്സൺ മെയിൻറ്റെയിൻ ദാറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ഇൻ എ പ്രീഡിറ്റർമൈൻഡ് ഓർഡർ ആൻഡ് ബിൽഡ് അപ്പോൺ ഈച്ച് പ്രീവിയസ് സ്റ്റേജ്. ഒരു പ്രത്യേക സമയങ്ങളിൽ ഒരു പ്രത്യേക ഓർഡറിൽ അങ്ങനെയാണ് ഒരു റോസാപ്പൂവിൻ്റെ ഇതളുകൾ വിരിയുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് അത്. നമ്മുടെ അത് ഇടക്ക് പോയി നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ വളർച്ച നിൽക്കും. അത് നമുക്ക് ശരിയായ രീതിയിൽ ആ പൂ കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രീഡിറ്റർമൈൻഡ് ഓർഡറിൽ ബിൽഡ് അപ്പോൺ ഈച്ച് പ്രീവിയസ് സ്റ്റേജ്, അതായത് ഓരോ സ്റ്റേജുകളുമായിട്ട് അതിന് ബന്ധമുണ്ട്. മുമ്പുള്ള എല്ലാ സ്റ്റേജുകളുമായിട്ട്. ഈ 8 സ്റ്റേജുകൾ നമ്മൾ പറഞ്ഞെങ്കിൽ ഈ 8ാമത്തെ സ്റ്റേജ് 7ാമത്തെയും 6ാമത്തെയും 5ാമത്തെയും 4ാമത്തെയും 3ാമത്തെയും 2ാമത്തെയും 1ാമത്തെയും സ്റ്റേജൊക്കെ ആയിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് എപ്പിജെനറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫെയിലിയർ ഇൻ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് എ സ്റ്റേജ് can result in the formation of unhealthy personality. ഇനി നമ്മൾ ഈ ഓരോ സ്റ്റേജുകളിൽ നമ്മൾ അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുവാണ്. പക്ഷേ നമ്മൾ എറിക്സൺ പറയുന്നു ബട്ട് ദിസ് ക്യാൻ റിസോൾവ് സക്സസ്ഫുള്ളി ആൻഡ് അറ്റ് ലേറ്റർ സ്റ്റേജ്. പിന്നീട് വരുന്ന സ്റ്റേജുകളിൽ സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് റിസോൾവ് ചെയ്യാൻ കഴിയുമെന്നും ആര് പറയുന്നു? ഈ പറയുന്ന എറിക്സൺ പറയുന്നു. നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും പിന്നീട് വരുന്ന സ്റ്റേജുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് സക്സസ്ഫുള്ളി. ആ പ്രതിസന്ധി നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും എന്നും അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ അദ്ദേഹം പറയുന്നു. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? അദ്ദേഹം എറിക്സൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്നു സോഷ്യൽ എക്സ്പീരിയൻസുകൾക്ക് ഡെവലപ്മെന്റിൽ വളരെ സ്ഥാനമുണ്ട് എന്ന് പറയുന്നു. ഒന്നാമത്തെ പോയിന്റ് സോഷ്യൽ എക്സ്പീരിയൻസ് വലിയ സ്ഥാനമുണ്ട് നമ്മളുടെ ഡെവലപ്മെന്റിൽ എന്ന് പറഞ്ഞ തിയറിസ്റ്റാണ് ആര്? നമ്മുടെ എറിക്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം പറയും നമ്മൾ ഓരോ സ്റ്റേജുകളും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇഗോ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ഇഗോ സ്ട്രെങ്ത് നമ്മൾ അച്ചീവ് ചെയ്യും എന്ന് പറയുന്നു. ഈ ഇഗോ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിലൂടെയാണ് ആ ഇഗോ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നത്? സോഷ്യൽ ഇന്ററാക്ഷൻ, സാമൂഹ്യപരമായ ഇടപെടലുകളിലൂടെയാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിൽ കൾച്ചറിനും സൊസൈറ്റിക്കും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന തിയറിസ്റ്റ് കൂടിയാണ് ആര്? നമ്മുടെ എറിക്സൺ എന്ന് പറയുന്നത്. അപ്പൊ എറിക്സൺ തിയറിയിൽ അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഇസ് കൺസേൺ വിത്ത് എങ്ങനെയുള്ളതാണ്? ബിക്കമിങ് കോമ്പിറ്റന്റ് ഇൻ ദ ഏരിയ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കോമ്പിറ്റന്റ് ആകാനായിട്ട് നമ്മളെ കോമ്പിറ്റന്റ് ആക്കുക എന്നുള്ളതാണ്. ബിക്കമിങ് കോമ്പിറ്റന്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൺസേൺ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജിലും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഇഗോ സ്ട്രെങ്തും കിട്ടും. ഇനി അൺസക്സസ്ഫുൾ ആയിട്ടാണ് അല്ലെങ്കിൽ ഫെയിലിയർ ആണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പേഴ്സണാലിറ്റി അൺഹെൽത്തി ആയിട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്.
ഇനി അദ്ദേഹത്തിന്റെ ഈ തിയറി ബേസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു, എപ്പിജനറ്റിക് പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഓരോ സ്റ്റേജും മറ്റുള്ള പ്രീവിയസ് സ്റ്റേജുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേറ്റർ സ്റ്റേജുകളിൽ സക്സസ്ഫുൾ ആയിട്ട് റിസോൾവ് ചെയ്യാനും കഴിയും എന്ന് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കിനി ആ ഓരോരോ സ്റ്റേജുകളിലേക്ക് നമുക്ക് കടക്കാം. Erickson's theory focuses how children socialize and how affect their sense of self. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് കുട്ടികൾ സോഷ്യലൈസേഷൻ അവരിൽ ലഭ്യമാകുന്നത്, ഹൗ എഫക്ട് ദെയർ സെൻസ് ഓഫ് സെൽഫ്, അത് അവരുടെ ആ സെൻസ് ഓഫ് സെൽഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിലേക്കൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഫോക്കസ് ചെയ്യുന്നത്. എറിക്സൺസ് തിയറി ഫോക്കസ് ഓൺ ഹൗ ചിൽഡ്രൻ സോഷ്യലൈസ് ആൻഡ് ഹൗ അഫക്ട്സ് their sense of self, അവരുടെ സെൻസ് ഓഫ് സെൽഫ്, അവരുടെ സ്വമേധയായിട്ടുള്ള ആ സെൻസിനെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിലേക്കാണ് ഇത് ബാധിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ സ്റ്റേജുകളിലും 2 ഔട്ട്കംസ് അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, ആ ക്രൈസിസിനെ നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഹെൽത്തി പേഴ്സൺ സക്സസ്ഫുൾ ആയിട്ട്, വെറുതെ അല്ല സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 8 ഘട്ടങ്ങൾ, വികസന ഘട്ടങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഇൻഫൻസി ഘട്ടം എന്ന് പറയുന്നത്. ഇൻഫൻസി ഘട്ടം ഒന്നാമത്തെ ഘട്ടമാണ് ഇൻഫൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എറിക്സന്റെ ഡെവലപ്മെന്റൽ തിയറിയിലുള്ള ആദ്യ ഘട്ടം ഏതാണ് ചോദിച്ച ചോദ്യം, ഇൻഫൻസി സ്റ്റേജ്. ഇൻഫൻസി സ്റ്റേജ് ആണ്. അതിന്റെ വയസ്സ് ഓർത്തു വെക്കുക. എന്താണ്? ജനനം തുടങ്ങി 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 1.5 വയസ്സ് വരെയുള്ള കുട്ടികൾ, ബർത്ത് ടു 18 മന്ത്സ്, ജനനം തുടങ്ങി 18 മാസം വരെയുള്ള കാലഘട്ടം, 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇൻഫൻസി ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോട്ട് ചെയ്യുക, വയസ്സും നോട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന്റെ എറിക്സന്റെ 8 സ്റ്റേജുകളിൽ ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ പഠിച്ചു, ഇൻഫൻസി സ്റ്റേജ്. ജനനം തുടങ്ങി 18 മാസം അതല്ലെങ്കിൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടികൾ. അപ്പോൾ അവിടെ എന്താണ് പ്രത്യേകത? ആ സ്റ്റേജിൽ നമ്മൾ കുട്ടികൾ എന്താണ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്. ശരിയല്ലേ? കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ്, ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലേ? ആ കുട്ടികൾക്ക് ആരുടെയും സഹായം ഇല്ലാതിരിക്കാൻ പറ്റൂല. കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണോ? അല്ല, ഡിപ്പെൻഡന്റ് ആണ് ആ കാലഘട്ടത്തിൽ. കാരണം കുട്ടികൾക്ക് അവിടെ ആരുടെ സഹായമാണ് വേണ്ടി വരുന്നത്? കെയർ ഗീവേഴ്സിന്റെ, എസ്പെഷ്യലി മദറിന്റെ ഒരു ഡിപ്പെൻഡൻസിലാണ് ആ കുട്ടി ആ ഇൻഫൻസി സ്റ്റേജിലുള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതാണ് ഫണ്ടമെന്റൽ സ്റ്റേജ് ഇൻ ലൈഫ്. അദ്ദേഹം പറയുന്നു ഒരാളുടെ ജീവിതത്തിലെ ഫണ്ടമെന്റൽ സ്റ്റേജ് എന്ന്. ഫണ്ടമെന്റൽ സ്റ്റേജ് എന്ന് എറിക്സൺ പറഞ്ഞ സ്റ്റേജ് ഏത്? ഫണ്ടമെന്റൽ സ്റ്റേജ് ഇൻ ലൈഫ്. അതാണ് എന്ത്? ഈ ഇൻഫൻസി ഘട്ടം എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എറിക്സന്റെ ഒന്നാമത്തെ വികസന ഘട്ടങ്ങളിലെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇൻഫൻസി സ്റ്റേജ്. ജനനം തുടങ്ങി 18 മാസം വരെ അല്ലെങ്കിൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിൽ വരുന്നത്. ഫണ്ടമെന്റൽ സ്റ്റേജ് ഇൻ ലൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവിടെ എന്താണ്, കംപ്ലീറ്റ്ലി കുട്ടികൾ ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളതാണ്. During this period, if the infant is dependent, the development of trust is based on the dependability and quality of the relationship, especially with mother. അവിടെ കൂടുതലായിട്ട് ആ ഡിപ്പെൻഡൻസ് കയറി വരുന്നത് അമ്മയുമായിട്ടാണ്. ആ കുട്ടിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏത് ഘട്ടം എടുത്താലും 2 പോസിബിൾ ഔട്ട്കംസ് അല്ലെങ്കിൽ ക്രൈസിസ് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്. ഏതാണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇവിടെ ഉണ്ടാകുന്ന 2 കാര്യങ്ങൾ, 2 ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്. ഇങ്ങനെ, അതായത് ഒരു ട്രസ്റ്റ് ഉണ്ടാകുക, മിസ്ട്രസ്റ്റ് ഉണ്ടാകുക. അപ്പൊ നമ്മൾ പഠിച്ചു ഈ
ഘട്ടം എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ സ്റ്റേജ് ആണ്. ഇവിടെ ആ കുട്ടികൾ ഡിപ്പെൻഡന്റ് ആണ്, അവരുടെ കെയർ ഗീവേഴ്സ് അതല്ലെങ്കിൽ മാതാവിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നു. അപ്പോൾ അവിടെ കുട്ടികളെ കൂടുതൽ സോഷ്യലൈസേഷൻ കുട്ടികൾക്ക് ലഭ്യമാകുന്നത് കെയർ ഗീവേഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ നിന്നാണ്. അവരിൽ നിന്നാണ് ആ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, കൂടുതലായിട്ടും ആ ഒരു സെക്യൂരിറ്റി ആ കുട്ടികൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് അവിടെ അറ്റാച്ച്മെന്റ് വരുന്നത് ആരുമായിട്ടാണ്? കുട്ടിയുടെ അമ്മയുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നത്. ഇപ്പോൾ ഫുഡ് കേസിലായാലും ഫീഡ് ചെയ്യിക്കുന്നതിൽ, അതേപോലെ ആ കുട്ടിക്ക് എല്ലാം കെയർ ഇങ്ങനെ എന്തും കൊടുക്കുന്നത് എന്താണ്? അമ്മയാണ് ആ കുട്ടിയെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കെയർ ഗീവേഴ്സ് കൊടുക്കുന്ന ആ ഡിപ്പെൻഡബിലിറ്റിയുടെയും അതേപോലെ തന്നെ ആ റിലയബിലിറ്റിയുടെയും അടിസ്ഥാനത്തിലായിരിക്കും കുട്ടിക്ക് എത്രത്തോളം അവരെ വിശ്വസിക്കാം അവിശ്വസിക്കാം എന്ന് പറഞ്ഞ ഉള്ള രീതിയിലേക്കുള്ളൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതായത് അപ്പോൾ അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഈ കുട്ടിക്ക് ട്രസ്റ്റ് മിസ്ട്രസ്റ്റ് ജനിക്കുന്നത്. ഒന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു, ഒന്നുകൂടി പറയാം. അതായത് കുട്ടിക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന രണ്ട് ക്രൈസിസ് ആണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ പരിപാലിക്കാനായിട്ട് അമ്മ അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ വേണ്ട സ്നേഹപരിലാളനകൾ കൊടുക്കുന്നു, ആ കുട്ടിയെ ഫീഡ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അമ്മയായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ആ കുട്ടിക്ക് വരുവാണ്. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ ഒരു ട്രസ്റ്റ്, അതായത് അവർ കൊടുക്കുന്ന ആ ഡിപ്പെൻഡബിലിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി. ഇപ്പോൾ ഒരു കുട്ടി കരയുവാണ്, ആ കരയുമ്പോൾ ആ കുട്ടി ഓടിച്ചെന്ന് ആ കുട്ടിയെ വാരിയെടുക്കുന്നു, അതിനെ താരാട്ട് പാടുന്നു, അതിനെ സമാശ്വസിപ്പിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ എന്താണ്, ഒരു സെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഓടി എത്തും എന്നുള്ളൊരു ട്രസ്റ്റ് അവിടെ ഉണ്ടാവുകയാണ്. ഇനി അതല്ല, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു അവരിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ അമ്മ CDPയുടെ കോച്ചിങ്ങിന് പോയി പഠിക്കാനിരിക്കുവാണ്. അപ്പോൾ ആ കുട്ടി ഇവിടെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുവാണ്. അപ്പോൾ ആ കുട്ടിയെ ഓടിച്ചെന്ന് എടുക്കാനോ എടുക്കാനോ ഒന്നും അമ്മക്ക് സമയമില്ല. കാരണം എന്താ വെച്ചാൽ അമ്മ CDPO പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു കാര്യമുണ്ട്, മിസ്ട്രസ്റ്റ്. കാരണം അമ്മയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അമ്മയെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ഞാൻ കരഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊരു മിസ്ട്രസ്റ്റ് അവിടെ ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾ പറയാം, മിക്കവാറും കുട്ടികൾ ചില ആളുകളുടെ അടുത്തേക്ക് പെട്ടെന്ന് പോയി അവിടെ വളരെ കംഫർട്ടായിരിക്കും. പക്ഷേ ചില ആളുകൾ എടുത്തു കഴിയുമ്പോൾ തന്നെ കുട്ടികളൊന്ന് ഈ പറയുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് കരയുന്നതായിട്ട് കാണാം. എന്നിട്ട് അമ്മ ചെന്നെടുക്കുമ്പോൾ ആ കരച്ചിലങ്ങ് മാറുന്നത് കാണാം. എന്തുകൊണ്ടാണ് അത്? എറിക്സൺ പറയുന്നു, അവിടെ ഒരു ട്രസ്റ്റാണത്. ആ അമ്മയിൽ ആ കുട്ടിക്കൊരു വിശ്വാസമുണ്ട്, മറ്റുള്ളവരെല്ലാം കാട്ടാളന്മാരാണ് എന്നുള്ളൊരു തോന്നലാണ് ആ കുട്ടിയിൽ ഉണ്ടാകുന്നത്. ആ കുട്ടി, അതായത് എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം അമ്മ എടുത്ത് തോളത്തിടുമ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ അവസാനിപ്പിക്കുന്നു. എന്താണത്? അതാണ് ട്രസ്റ്റ്. മനസ്സിലായോ? മിസ്ട്രസ്റ്റ് ആണെങ്കിൽ എന്താണ്, കുട്ടി അമ്മ എടുക്കുമ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ കുട്ടിക്ക് അവിടെ എന്താണ്, ഒരു ലവ് കെയർ എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു ട്രസ്റ്റ്. അപ്പോൾ ഈ ഇൻഫൻസി ഘട്ടത്തിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഇൻഫൻസി ഘട്ടത്തിൽ അത് ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് ലൈഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫണ്ടമെന്റൽ സ്റ്റേജ് ഇൻ ലൈഫ്. എൻ്റെയും നിങ്ങളുടെയും വേറൊരാളുടെയും എല്ലാവരുടെയും, ഇപ്പോൾ ജനിക്കുന്നവരുടെ എല്ലാവരുടെയും ഒക്കെ ആ ഫണ്ടമെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഇൻഫൻസി പീരീഡ് എന്ന് പറയുന്നത്. ഈ ഇൻഫൻസി കാലഘട്ടത്തിൽ കുട്ടികൾ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. മനസ്സിലായ? ആശ്രയിച്ച് ജീവിക്കുവാണ്. ഒന്നുകിൽ അമ്മ, അതല്ലെങ്കിൽ കെയർ ഗീവേഴ്സ്. ഇപ്പം അമ്മ CDPയുടെ ക്ലാസ് പഠിക്കാൻ പോയിരിക്കുന്നു, അപ്പോൾ ആ കുട്ടിയെ നോക്കുന്നത് ആരാണ്? ഒന്നില്ലെങ്കിൽ മുത്തശ്ശിയോ മുത്തശ്ശനോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെയർ ഗീവേഴ്സിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പരിലാളനയിലാണ് ആ കുട്ടി ഉള്ളത്. അപ്പോൾ ആ സമയത്ത്, ആ ഇൻഫൻസി കാലഘട്ടത്തിൽ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളാണ്, ക്രൈസിസ് സിറ്റുവേഷനുകളാണ്. ഏതൊക്കെ? ട്രസ്റ്റും മിസ്ട്രസ്റ്റും. ഒന്നുകിൽ ട്രസ്റ്റ് ആകാം, അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ആകാം. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ പരിലാളിക്കുന്നവർ കംഫർട്ടാണ് എന്ന് തോന്നുമ്പോൾ, എനിക്ക് ഇവരുടെ അടുത്തുനിന്ന് ഒരു സെക്യൂരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ ആ കുട്ടിയിൽ എന്ത് ജനിക്കുന്നു? ട്രസ്റ്റ് ജനിക്കുന്നു. അപ്പോൾ ട്രസ്റ്റ് വിശ്വാസം ഉണ്ടെങ്കിൽ, ട്രസ്റ്റിലൂടെ ആ കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? സെക്യൂരിറ്റി ഫീൽ ചെയ്യുവാണ്.
മിസ്ട്രസ്റ്റ് വരുമ്പോൾ എന്താണ്, ഒരു ഇൻസെക്യൂരിറ്റി ആണ് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ചില സമയത്ത് ചില ആളുകൾ എടുക്കുമ്പോൾ എന്താണ്, ആ കുട്ടി ഭയങ്കര കരച്ചിലാണ്, നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം അമ്മ എടുക്കുമ്പോൾ ആ കുട്ടി കരച്ചിൽ നിർത്തുന്നു. അവിടെ എന്താണ്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അടുത്ത് ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ് എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ആ കുട്ടിക്ക് വരുന്നു. അവിടെ ഒരു ട്രസ്റ്റ് അവിടെ ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ എറിക്സൺ പറയുന്നു, ഈ 100% ട്രസ്റ്റും 100% മിസ്ട്രസ്റ്റും ഒരിക്കലും ഉണ്ടാകില്ല കേട്ടോ. അതായത് 100% എന്തായാലും ഒരു ചെറിയ പോയിന്റ് വ്യതിയാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഈ ട്രസ്റ്റ് 100% അമ്മയുടെ അടുത്തെത്തുമ്പോൾ ട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 100% മിസ്ട്രസ്റ്റ് വേറൊരാളുടെ അടുത്ത് ഉണ്ടാകും എന്ന് പറയാൻ പറ്റത്തില്ല. അത് എല്ലാവരിലും അങ്ങനെ തന്നെയായിരിക്കും. 100% ട്രസ്റ്റോ 100% മിസ്ട്രസ്റ്റോ എന്താണ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അതൊരു തുലനാവസ്ഥയിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മൾ തുലനാവസ്ഥയിലാക്കി അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെർച്യു ഉണ്ട്. ആ വെർച്യു ആണ് ഹോപ്പ്. എന്താണ് വെർച്യു ഡെവലപ്പ് ചെയ്യും? ഹോപ്പ്. എന്താണ് ആ വെർച്യു? ഹോപ്പ്. അപ്പൊ ഇൻഫൻസി കാലഘട്ടത്തിൽ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗുണമുണ്ട്, ഒരു വെർച്യു ഉണ്ട്. എന്താണത്? ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രതീക്ഷാ മുനമ്പിലാണ് കുട്ടി. അതായത് ആ കുട്ടി വലിയ വായിൽ കരയുന്നു. അവർ കരയുമ്പോൾ നമ്മൾ ഈ എറിക്സന്റെ തിയറി ഒന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല, പക്ഷെ ഇനി ആലോചിക്കണം. കാരണം ആ കുട്ടി കരയുന്നത്, ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് നമ്മൾ കരയുമ്പോൾ തന്നെ നമ്മൾ ചെന്ന് എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആ കുട്ടി കരയുന്നത്. വില്ലനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെന്ന് എടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ കരയുന്നത്. മനസ്സിലാവും? അത് കഴിയുമ്പോൾ ആ കരച്ചിൽ അങ്ങ് നിർത്തുന്നത് കണ്ടോ. കാരണം നമ്മൾ ചെന്ന് എടുത്തു കഴിയുമ്പോൾ ആ കരച്ചിൽ അങ്ങ് നിർത്തുന്നു. അപ്പോൾ അവിടെ ഹോപ്പ്, ഈ 100% ട്രസ്റ്റും 100% മിസ്ട്രസ്റ്റും ഇവിടെ ഇല്ലാകാറില്ല എന്ന് ആര് പറയുന്നു? എറിക്സൺ പറയുന്നു. അപ്പോൾ ഇതൊരു തുലന നിലയിലാക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഈ ക്രൈസിസിൽ തുലന നിലയിലാക്കുമ്പോൾ അവിടെ ഒരു വെർച്യു ഈ കാലഘട്ടത്തിൽ ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ വെർച്യു ആണ് എന്ത്? ഹോപ്പ് എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ. അപ്പൊ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ വന്ന് വാരി എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷാ മുനമ്പിലാണ് കുട്ടി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ നമ്മുടെ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിലെ ഒന്നാമത്തെ സ്റ്റേജായ ഇൻഫൻസി സ്റ്റേജിന് സമാനമായിട്ടുള്ള നമ്മളുടെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിലെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ്. ചോദിച്ച ചോദ്യമാണ് ഓറൽ സ്റ്റേജ്. അപ്പോൾ ഫ്രോയിഡിന്റെ ഓറൽ സ്റ്റേജിന് സമാനമായ എറിക്സന്റെ തിയറിയുള്ള സ്റ്റേജ് ഏതാണ്? പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട പോലെ ഇരിക്കരുത്. ഓറൽ സ്റ്റേജ് മറന്നു പോകരുത്. ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം ആ കാലഘട്ടം പറയുന്നത് ജനനം തുടങ്ങി 1 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ ഫ്രോയിഡ് പറയുന്നത് ഓറൽ സ്റ്റേജ്. പക്ഷെ ഇദ്ദേഹം ഒരു അര വയസ്സ് കൂടി 18 മാസത്തിലേക്ക് ആക്കി, അതായത് 1.5 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. ആര്? നമ്മുടെ എറിക്സൺ. അപ്പൊ ഇൻഫൻസി ഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി ആ ഇൻഫൻസി ഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോകാം. അതായത് ഒന്നുമില്ല, എൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിക്കുക, ഇപ്പൊ തന്നെ അങ്ങ് പഠിക്കണം. ഇൻഫൻസി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം തുടങ്ങുന്ന, അതായത് നമ്മളുടെ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറിയുടെ ഒന്നാമത്തെ സ്റ്റേജാണ് ഇൻഫൻസി ഘട്ടം. അതിൻ്റെ പ്രായം ജനനം തുടങ്ങി 18 മാസം അതല്ലെങ്കിൽ 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇൻഫൻസി ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2 പോയിന്റ് പഠിച്ചു. ഇതിന് സമാനമായിട്ടുള്ള ഫ്രോയിഡൻ തിയറിയിലുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓറൽ സ്റ്റേജ് ആണ്. അതിൽ അദ്ദേഹം പറയുന്ന കാലയളവ് ജനനം തുടങ്ങി 1 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. പഠിച്ചു. ഇനി നമ്മളുടെ ഈ കാലഘട്ടത്തിനെ, ഈ ഇൻഫൻസി സ്റ്റേജിനെ നമ്മുടെ എറിക്സൺ പറഞ്ഞത് എന്താണ്? ഫണ്ടമെന്റൽ പീരീഡ്, ഫണ്ടമെന്റൽ സ്റ്റേജ് ഓഫ് ലൈഫ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. കാരണം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു അടിസ്ഥാന കാലഘട്ടമാണ് അത്. ഇതിൽ കുട്ടി എന്താണ്? പൂർണ്ണമായും ഡിപ്പെൻഡന്റ് ആണ്. പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അത് ആ ഡിപ്പെൻഡൻസ് അതാണ് പറയുന്നത്. ഡ്യൂറിങ് ദിസ് പീരീഡ് ഇൻഫന്റ് ഈസ് ഡിപ്പെൻഡന്റ്. The development of trust. അപ്പൊ അവിടെ എന്താണ്? 2 തരത്തിലുള്ള ക്രൈസിസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ക്രൈസിസ്? അതായത് ഒന്ന് ട്രസ്റ്റ്, 2 മിസ്ട്രസ്റ്റ് എന്നുള്ള 2 ക്രൈസിസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. The development of trust is based on the dependability and the quality of the relationship essentially with mother. അതായത് ആ
ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ദ ഡിപ്പെൻഡബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദി റിലേഷൻഷിപ്പ് എസ്പെഷ്യലി വിത്ത് മദർ. അതായത് അവിടെ ആ മദറുമായിട്ട് ഇവിടെ ഈ കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. കുട്ടി ആരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്? ഇവിടെ കെയർ ഗീവേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഏത് ഈ ഇൻഫൻസി കാലഘട്ടത്തിൽ കെയർ ഗീവേഴ്സ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കാണ്? മദറിനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഇൻഫൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടിയിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്, ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്. അപ്പൊ ട്രസ്റ്റ് കൂടുതൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആ കുട്ടി വിശ്വസിക്കുവാണ് എനിക്ക് ഈ അമ്മയുടെ ആ ഡിപ്പെൻഡബിലിറ്റി, അതിനുള്ള ആ ആശ്രയത്വവും അതേപോലെ റിലയബിൾ ആണ് എൻ്റെ അമ്മ എന്നുള്ളൊരു തോന്നലും, ആ ക്വാളിറ്റി ഓഫ് ദി റിലയബിലിറ്റി ആൻഡ് ദ ഡിപ്പെൻഡബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ആ ട്രസ്റ്റ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു കുട്ടിയിലും ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു അമ്മ എടുക്കുമ്പോൾ ആ കുട്ടി കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിചാരിച്ചോ അവൻ ആ അമ്മയിൽ എന്ത് ചെയ്യുന്നില്ല? ട്രസ്റ്റ് കൊടുക്കുന്നില്ല കേട്ടോ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തോ നിങ്ങളുടെ വിശ്വാസമില്ല, മനസ്സിലായോ, കള്ളിയാണ് എന്നുള്ളൊരു തോന്നലാണ് ആ കൊച്ചിൻ്റെ മനസ്സിൽ എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലായി? ആ കുട്ടി നിങ്ങൾ എടുക്കുമ്പോൾ കരച്ചിലൊക്കെ നിർത്തുവാണെങ്കിൽ അപ്പോൾ ഓർത്തോളൂ എന്താണ്? നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രസ്റ്റ് ഒരു കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡിപ്പെൻഡബിലിറ്റി ആൻഡ് റിലയബിലിറ്റി, ക്വാളിറ്റി ഓഫ് റിലയബിലിറ്റി ഓഫ് ദ മദർ കെയർ ഗീവേഴ്സ് എന്ന് നമുക്ക് പറയാം. എസ്പെഷ്യലി മദർ, പ്രത്യേകിച്ച് മദറിൻ്റെ ആ ഡിപ്പെൻഡബിലിറ്റിയും അതേപോലെ ആ ക്വാളിറ്റി ഓഫ് റിലയബിലിറ്റി, എത്രമാത്രം നമുക്ക് വിശ്വസിക്കാമെന്നുള്ള റിലയബിൾ ആണ് എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുഞ്ഞില് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? ഒരു സെക്യൂരിറ്റിയാണ് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ വളരെ സെക്യൂർ ആണ്, ഞാൻ സുരക്ഷിതയാണ് എന്ന് തോന്നുന്നു. അതേസമയം ഇൻസെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആ കുട്ടി സുരക്ഷിത അല്ല എന്നുള്ളൊരു തോന്നലാണ് ആ കുട്ടിയിൽ ഉണ്ടാകുന്നത്. പിന്നെ എറിക്സൺ എന്താ പറയുന്നത്? 100% ട്രസ്റ്റും 100% മിസ്ട്രസ്റ്റും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അതൊരു തുലനാവസ്ഥയിലാക്കി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു വെർച്യു ഓരോ കുഞ്ഞിലും ജനിക്കുന്നു. ആ വെർച്യുവിൻ്റെ ഓമനപ്പേരാണ് എന്താണ്? ആ വെർച്യുവിൻ്റെ ഓമനപ്പേരെന്ന് പറഞ്ഞേ, ഞാൻ കുറേ സമയമല്ല പറയണേ. ഏതാണ്? ഏത് വെർച്യു? ഹോപ്പ് എന്ന് പറയുന്ന ഒരു വെർച്യു, ഒരു പ്രതീക്ഷ. ഞാൻ കരയുമ്പോൾ എൻ്റെ അമ്മ എന്നെ വന്നെടുക്കും എന്നുള്ള ഒരു തോന്നലാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ ഓർത്ത് വെക്കുക. എന്താണ്? ഒന്നാമത്തെ സ്റ്റേജ് വയസ്സ്, പിന്നെ ഫണ്ടമെൻ്റൽ സ്റ്റേജ് ഇൻ ലൈഫ്, പിന്നെ നമ്മുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റിലെ ഓറൽ സ്റ്റേജിനോട് സാമ്യം, പിന്നെ നമ്മൾ ഇതിൽ ഓർത്തിരിക്കേണ്ട രണ്ട് തരത്തിലുള്ള ക്രൈസിസുകൾ, ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്. ഈ സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ഐ ട്രസ്റ്റ് ദ വേൾഡ് എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ കുട്ടിക്ക് ഉയർന്നു വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ക്യാൻ ഐ ട്രസ്റ്റ് ദ വേൾഡ്? എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് അവിടെ കുട്ടിയുടെ മനസ്സിൽ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എറിക്സൺസ് തിയറി centers around the infant basic need that being met by parents or caregiver and how this interaction lead to trust or mistrust. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എറിക്സൺസ് തിയറി centers around the ഇൻഫൻസ് ബേസിക് നീഡ്സ്, ആ കുട്ടിയുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടാണ്. മനസ്സിലായി? ആ കുട്ടിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടി കരയുമ്പോൾ എടുക്കുന്നു, ആ കുട്ടിയെ വേണ്ട സമയത്ത് ഫീഡ് ചെയ്യിപ്പിക്കുന്നു, പരിപാലിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. മെറ്റ് ബൈ ഹൂം? പാരൻസ് ഓർ കെയർ ഗീവർ. ആൻഡ് ദിസ് ഹൗ ദ ഇന്ററാക്ഷൻ ലീഡ് ടു ട്രസ്റ്റ് ഓർ, ആ ഇൻറ്ററാക്ഷൻ എങ്ങനെയാണ് ട്രസ്റ്റിലേക്കും മിസ്ട്രസ്റ്റിലേക്കും നയിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേജിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ട്രസ്റ്റ് ആസ് ഡിഫൈൻഡ് ബൈ എറിക്സൺ is an essential trustfulness of others as well as a fundamental sense of one's own trustworthiness. അതായത് അദ്ദേഹം ട്രസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എസെൻഷ്യൽ ട്രസ്റ്റ്ഫുൾനെസ് ആണ്, as well as a fundamental sense of
ട്രസ്റ്റ് വർത്തിനെസ് എന്ന് നമുക്ക് പറയാം. അതായത് അത്രയേറെ ആ കുട്ടിക്ക് ആ ഒരു ട്രസ്റ്റ് വർത്തിനെസ് ആ വ്യക്തിയോട് ഉണ്ടാകുമ്പോഴാണ് അവിടെ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഫലപ്രദമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. The infant in this period depends upon the parents, especially mothers, for the comfort and the child's relative understanding of the world and society come from the parents and their interaction with the child. അപ്പോൾ ആ കുട്ടിയുടെ ലോകം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പാരൻസുമായിട്ടുള്ള അല്ലെങ്കിൽ ആ കെയർ ഗീവേഴ്സുമായിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ മാത്രമാണ് അവിടെ ആ കുട്ടിക്ക് ലഭ്യമാകുന്നത്. എ ചൈൽഡ് ഫസ്റ്റ് ട്രസ്റ്റ് ഓൾവേസ് വിത്ത് പാരന്റ് ഓർ കെയർ ഗീവർ. ആ കുട്ടിയുടെ ആദ്യത്തെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ആരുമായിട്ടാണ്? കെയർ ഗീവർ അല്ലെങ്കിൽ പാരൻസുമായിട്ടാണ് എന്നുള്ളതാണ്. ഇവിടെ പ്രൈമറി ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ജനിക്കപ്പെടുന്നത് ആരുമായിട്ടാണ്? അത് മറന്നു പോകരുത്, മദറായിട്ടാണ്. കെയർ ഗീവേഴ്സുമായിട്ടുള്ള ബാക്കിയുള്ളത് കേസുകളൊക്കെ എങ്ങനെയാണ്? സെക്കൻഡറി ആണ് എന്നുള്ളതും ഓർത്തു വെക്കുക. അല്ലാതെ പ്രൈമറി എപ്പോഴും അമ്മയുമായിട്ടാണ് ആ കുട്ടിയുടെ ട്രസ്റ്റ് കടന്നു വരുന്നത് എന്നുള്ളതാണ്. If the parents expose the child to warmth, regularity and dependable affection, the infant's view of the world will be of trust. അതാണ് പറഞ്ഞ ആ കുട്ടിയോട് അടുത്ത് ആ പാരൻസ്, ഇഫ് ദ പാരൻസ് എക്സ്പോസ് ദ ചൈൽഡ് ടു വാംത്ത്, റെഗുലാരിറ്റി, ഡിപ്പെൻഡബിൾ അഫെക്ഷൻ, ലവ്, കെയർ, ദ ഇൻഫൻസ് വ്യൂ ഓഫ് ദ വേൾഡ് വിൽ ബി വൺ ഓഫ് ട്രസ്റ്റ്. അപ്പോൾ ആ കുട്ടിയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റിൻ്റെ ലോകമാണ്. ആ കുട്ടിക്ക് വിശ്വാസമായിട്ടുള്ളൊരു ലോകമാണ്. As the child learns the trust the world around them, they also learn to acquire a virtue of hope. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയെ അച്ചീവ് ചെയ്യുന്ന ഒരു ഗുണമുണ്ട് കേട്ടോ. എന്താണ്? ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഗുണം അവിടെ അച്ചീവ് ചെയ്യുന്നു. Should parents fail to provide a secure environment and to meet the child's basic needs, ഇപ്പോൾ ആ കുട്ടിയുടെ ബേസിക് നീഡ് കൊടുക്കുന്നതിൽ പാരൻസ് പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അവിടെ മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉദയം ചെയ്യും. ഡെവലപ്മെൻറ്റ് ഓഫ് മിസ്ട്രസ്റ്റ് ക്യാൻ ലീഡ് ടു ദ ഫീലിംഗ് ഓഫ് ഫ്രസ്ട്രേഷൻ, അതെ, വിഡ്രോവൽ ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ അത് അങ്ങനെ ഒരു മിസ്ട്രസ്റ്റ് ആ കുട്ടിക്ക് ജനിച്ചു കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കും? ആ കുട്ടി ഫ്രസ്ട്രേറ്റഡ് ആകും, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആ കുട്ടിയിലുണ്ടാകും. ഇതെല്ലാം സംഭവിക്കാനായിട്ട് കാരണമാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ട്രസ്റ്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ അധികം സമയം നമ്മൾ കരയിപ്പിക്കാതെ എന്ത് ചെയ്യണം? നമ്മൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ അടുത്തെത്തി ആ കുട്ടിക്കുള്ള ആ ലവ്, കെയർ ഇതെല്ലാം കൊടുക്കാനായിട്ട് തയ്യാറാകണം. അതല്ലെങ്കിൽ അവിടെ ആ കുട്ടിയിൽ എന്ത് ജനിക്കുവാണ്? മിസ്ട്രസ്റ്റ് ജനിക്കുവാണ്. ആ മിസ്ട്രസ്റ്റ് എന്തിലേക്ക് ലീഡ് ചെയ്യും? ആ കുട്ടിയിലേക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ വളരെ വൃത്തിയായിട്ട് പഠിച്ചു. എന്താണ് ഒന്നാമത്തെ സ്റ്റേജ്? ഇൻഫൻസി സ്റ്റേജ്, ജനനം തുടങ്ങി 18 മാസം. ഓറൽ സ്റ്റേജിനോട് സമാനമാണ്. ഫണ്ടമെൻ്റൽ സ്റ്റേജ് ഇൻ ലൈഫാണ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ ജനിക്കുന്നത്: ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്. അവിടെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. കെയർ ഗീവേഴ്സിനോടാണ് അവിടെ വരുന്നത്. കെയർ ഗീവേഴ്സ് സെക്കൻഡറി ആണ്. പ്രൈമറി ആയിട്ട് വരുന്നത് പാരൻസ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് പാരൻസ് വാമത്ത്, ലവ്, കെയർ ഇതൊക്കെ കൊടുക്കുമ്പോൾ കുട്ടിക്ക് ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു സെക്യൂരിറ്റി കുട്ടി ഫീൽ ചെയ്യുവാണ്. ഇനി അതല്ലാത്ത ഇതിൽ എന്താണ്? ഒരു ഇൻസെക്യൂർ ആണ് എന്നുള്ളൊരു തോന്നൽ വരുവാണ്. 100% ട്രസ്റ്റും 100% മിസ്ട്രസ്റ്റും ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തുലന നിലയിലാക്കി ഇതിനെല്ലാം ഈ ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ് ഇങ്ങനെ തുലനനിലയാക്കി പോകുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഗുണം, ഈ കാലഘട്ടത്തിൽ ആർജിക്കാവുന്ന ഒരു ഗുണമാണ് അദ്ദേഹം പറയുന്നത് ഹോപ്പ് എന്ന് പറയുന്ന ഒരു വിർച്യു. ഇവിടെ റൈസ് ചെയ്യുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? ക്യാൻ ഐ ട്രസ്റ്റ് ദ വേൾഡ് എന്നുള്ളതാണ് ആ കുട്ടിയുടെ മനസ്സിൽ ജനിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി കുട്ടി വളരുവാണ്. നമുക്ക് കുട്ടിയെ വളർത്തി അടുത്ത ഘട്ടത്തിലേക്ക് കടത്താം. അടുത്ത ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഏർലി ചൈൽഡ്ഹുഡ്. രണ്ടാമത്തെ ഘട്ടം ഏർലി ചൈൽഡ്ഹുഡ്.
സെക്കൻഡ് സ്റ്റേജ് ഏർലി ചൈൽഡ്ഹുഡ്. രണ്ടാമത്തെ ഘട്ടമാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഘട്ടം. ഈ ഘട്ടം ഇപ്പം എവിടെ തുടങ്ങുന്നു? 1.5 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 1.5 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കാലഘട്ടം. 1.5 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഇത് നമ്മുടെ ഫ്രോയിഡിന്റെ ഏനൽ സ്റ്റേജിനോട് സമാനമാണ്. ഏനൽ സ്റ്റേജ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം മനസ്സിലായില്ലേ? എറിക്സന്റെ ഏർലി ചൈൽഡ്ഹുഡ് ഫേസിനോട് സമാനമായിട്ടുള്ള സ്റ്റേജ് ഏതാണ് എന്നാണ് ചോദ്യം. ഏത്? നമ്മുടെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിലെ സ്റ്റേജ് ഏനൽ സ്റ്റേജ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഏനൽ സ്റ്റേജ്. അപ്പോൾ അതിൽ അദ്ദേഹം 1 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പറയുന്നത്. 1 to 3 years. ഇവിടെ 1.5 to 3 years ആണ് ഇതിൽ വരുന്നത് ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ്. അപ്പോൾ ഈ ഏർലി ചൈൽഡ്ഹുഡിൽ എന്ന് വെച്ചാൽ കൂടുതൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ശാരീരികമായിട്ടുള്ള വളർച്ചകൾ കൂടുതൽ നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയാം ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ. കുട്ടി ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ്. Children develop a greater sense of personal control within this stage. Personal control നേടുന്ന ഒരു കാലഘട്ടമാണ് എന്താ ഈ ഏർലി ചൈൽഡ്ഹുഡ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് പേഴ്സണൽ കൺട്രോൾ, ഒരു കൂടുതലായിട്ട് ഒരു പേഴ്സണൽ കൺട്രോൾ ആർജിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഏർലി ചൈൽഡ്ഹുഡ്. അതായത് ആ കുട്ടി കിടന്നിരുന്ന ആ ശൈശവ ഘട്ടത്തിൽ നിന്ന് ആ കുട്ടി കുറേ കൂടി ഫിസിക്കലായുള്ള ഡെവലപ്മെൻറ്റ് വന്നിട്ട് നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, അങ്ങനെയുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും എന്താണ്, ഏത് ഘട്ടം വന്നാലും അവിടെ 2 തരത്തിലുള്ള സംഭവങ്ങൾ, ക്രൈസിസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന 2 സംഭവങ്ങളാണ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന 2 തരത്തിലുള്ള ക്രൈസിസ് ഇവിടെ. കാരണം നമ്മൾ ആദ്യമേ പഠിച്ചത് 8 സ്റ്റേജുകളുണ്ട്. 8 സ്റ്റേജുകളിൽ 2 തരത്തിലുള്ള ക്രൈസിസ് നേരിടുന്നു. അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സൈക്കോ സോഷ്യൽ നേച്ചറിലുള്ളതാണ്. ഈ സംഭവമാണ്. അപ്പം 2ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആണ്. അതിൽ ഉണ്ടാകുന്ന 2 ക്രൈസിസുകളാണ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റുകൾ ആർജിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി സ്വന്തമായിട്ട്, ഇപ്പോൾ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടാനായിട്ടൊക്കെ ആ കുട്ടികൾ ശ്രദ്ധിക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ ബട്ടനൊക്കെ, ഷർട്ടാണെങ്കിൽ ബട്ടൺ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് കൈയൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് നല്ല ധൃതി പിടിച്ചിട്ടുള്ള ഒരു കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഞാൻ ഇട്ട് തരാം, സമയം വെറുതെ വൈകി പോകുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറയും. അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 എണ്ണം അങ്ങ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ കരഞ്ഞുകൊണ്ട് പിന്നെ നമ്മളതങ്ങ് ഇട്ട് കൊടുക്കും. അതല്ലെങ്കിൽ ഷൂ ഇടുന്ന കാര്യത്തിൽ ഞാൻ സ്വന്തമായിട്ട് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാശി, മനസ്സിലായോ? അപ്പോൾ അത് എന്തും സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഇത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? അവർ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് ധൃതിയാണ്, നമുക്ക് സമയമുണ്ടോ? കാരണം നമുക്ക് പഠിക്കാനുണ്ട്, ജോലിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടിയെ സ്കൂളിലാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ ഇരുന്ന കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണം അങ്ങോട്ട് കൊടുക്കും, കാരണം നമുക്ക് സമയമാണ് പ്രധാനം. അപ്പോൾ പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ആ ഓട്ടോണോമി അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി അതാണ് ഈ പറയുന്നത്. അപ്പോൾ എറിക്സൺ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. കാരണം അവർ ചെയ്യുമ്പോൾ അത് അപ്പോൾ അവരുടെ ആ കുട്ടികളിൽ എന്തുണ്ടാകും? ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ കുട്ടികളിൽ വളരും. ഒരു ഓട്ടോണോമി ആ കുട്ടികൾ ചെയ്യുമ്പോൾ ആ കുട്ടിയോട് അത് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആ കുട്ടിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ഉണ്ടാകും. അപ്പോൾ എന്ത് കാര്യങ്ങളും സ്വന്തമായിട്ട് ആ കുട്ടിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജിലേക്ക് ആ കുട്ടിക്ക് കടക്കും. അതായത് ഐ ക്യാൻ ഡു, ഐ വിൽ എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി, ഐ ക്യാൻ,
ഐ വിൽ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജി ആ സമയത്ത് ആ കുട്ടിക്ക് കിട്ടും. മനസ്സിലായോ? അതാണ് ഈ ഓട്ടോണോമി എന്ന് പറയുന്ന സംഭവം. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിയിൽ കിട്ടുന്ന ഒരു സംഭവമാണെന്ത് ഓട്ടോണോമി എന്ന് പറയുന്ന സംഭവം. ഇനി അതേസമയം നമ്മൾ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക, ഡിസ്കറേജ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ, ഇപ്പോൾ ഒരു കുട്ടി ഒരു പാട്ട് പാടുകയാണ്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് ചിരിക്കുവാണ്. ചിരിക്കുമ്പോൾ ആ കുട്ടി ആകെ ഒരു ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. എന്താ ആ കുട്ടി ചിന്തിക്കുന്നതെന്ന് അറിയാമോ? അയ്യോ, പാടില്ലാത്തൊരു കാര്യമായിരുന്നു, തെറ്റാണോ ഞാൻ ചെയ്തത് എന്നുള്ളൊരു ബോധം ആ കുട്ടിയിലേക്ക് വരും. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ്, പിന്നീട് അത് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ ഇത്ര നാൾ എറിക്സൻ്റെ തിയറി പഠിച്ചിട്ടില്ല, ഇപ്പോൾ എറിക്സൻ്റെ തിയറി പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉള്ളവർ, കുരുന്നുകളെ വളർത്തുന്നവർ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്താണ്, കുട്ടി ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടുമ്പോൾ അതിന് വെറുതെ ചിലപ്പോൾ അതിലൊരു രാഗമോ താളമോ ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അടിപൊളിയാകും എന്നുള്ളതാണ് എറിക്സൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അതല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കളിയാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരു ഡൗട്ട് വരുവാണ്, ഒരു നാണം വരുവാണ്, അയ്യോ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണോ എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിയിൽ ഉണ്ടാകുവാണ്. അതാണ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആ കുട്ടി എത്തുവാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 100% ഓട്ടോണോമി, 100% ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തത്തില്ല. ഇഫ് യു ഗെറ്റ് പ്രോപ്പർ പോസിറ്റീവ് ബാലൻസ് ഓഫ് ഓട്ടോണോമി ആൻഡ് ഷെയിം ആൻഡ് ഡൗട്ട്, ഈ ഓട്ടോണോമിയും അതേപോലെ ഈ ഷെയിം ആൻഡ് ഡൗട്ടും തമ്മിലുള്ള ഒരു പോസിറ്റീവ് ബാലൻസിലാക്കി നമ്മൾ കൊണ്ടുപോകുവാണെങ്കിൽ അവിടെ ഒരു വെർച്യു ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് വിൽ പവർ. അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെർച്യു ഉണ്ട്, അതിൻ്റെ പേരാണ് വിൽ പവർ അഥവാ ഡിറ്റർമിനേഷൻ. അവിടെ കുട്ടിക്കുണ്ടാകുന്ന ഒരു വെർച്യു ഏതാണ്? ഡിറ്റർമിനേഷൻ അഥവാ വിൽ പവർ എന്ന് പറയുന്ന ഒരു വെർച്യു ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് തോന്നുവാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടി വരുന്നു. അതായത് ആ ഒരു അഡ്മിറബിൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അവിടെ അവരുടെ ആ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഡിറ്റർമിനേഷൻ ക്യാൻ ഡു ഇൻ ദർ മോട്ടോ, അതായത് എനിക്ക് കഴിയും എന്നുള്ളതാണ് അവരുടെ ഒരു മോട്ടോ ഈ സ്റ്റേജിൽ വരുന്നത്. ഇഫ് വി ക്യാൻ പ്രിസർവ് ദിസ് ദാറ്റ് ക്യാൻ ഡു ആറ്റിറ്റ്യൂഡ് ദേ വിൽ മച്ച് ബെറ്റർ. നമ്മൾ ആ ക്യാൻ ഡു എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ കുറച്ചുകൂടി അത് ഡെവലപ്പ് ചെയ്തൊന്ന് പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ അത് ആ കുട്ടിയിൽ എന്തുണ്ടാക്കും, കൂടുതൽ കൂടുതൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മളുടെ ഈ എറിക്സൺ പറയുന്നത്. ഇപ്പൊ 2ാമത്തെ സ്റ്റേജിൽ നമ്മൾ കടന്നു. 2ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആണ്. വയസ്സ് 1.5 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാലഘട്ടം. അവിടെയാണ് ധാരാളം ഫിസിക്കൽ ഡെവലപ്മെന്റുകൾ നടക്കുന്ന കാലഘട്ടം. കുട്ടി നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, പായുന്നു, ഇതെല്ലാം നടക്കുന്ന കാലഘട്ടം ഏർലി ചൈൽഡ്ഹുഡ്. അവിടെ ഒരു പേഴ്സണൽ കൺട്രോൾ ഉള്ള ഒരു കാലഘട്ടം, കൺട്രോൾ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് എന്ത് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അവിടെയും എന്താണ് 2 തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓട്ടോണോമി, ഷെയിം ആൻഡ് ഡൗട്ട്. ഓട്ടോണോമി ആൻഡ് ഷെയിം ആൻഡ് ഡൗട്ട്. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുന്നു. പ്രത്യേകിച്ച് ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഏത്, ടോയ്ലറ്റ് ട്രെയിനിങ്. ഏത് ഈ പറയുന്ന ഈ നമ്മളുടെ ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫ്രോയിഡിൻ്റെ ഈ ഏനൽ സ്റ്റേജുമായിട്ട് വളരെയേറെ സ്ഥാനമുണ്ട്. ആ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദ ഏനൽ സ്റ്റേജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ടോയ്ലറ്റ് ട്രെയിനിങ്. ഈ ഏനൽ സ്റ്റേജിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഈ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം. അതും ആരും പറയുന്നുണ്ട്, എറിക്സണും പറയുന്നുണ്ട്. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡിൽ സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടാനായിട്ട് കുട്ടി ശ്രമിക്കുന്നു, ഷൂവിൻ്റെ ലൈസ് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു, അതേപോലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി ചെയ്യുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ കുട്ടിയിൽ എന്തുണ്ടാകും, ഓട്ടോണോമി ഉണ്ടാകും. ആ കുട്ടിക്ക് അത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പക്വതയും പാകതയും ആ കുട്ടിക്ക്
കടന്നു വരുവാണ്. അതേസമയം ആ കുട്ടിയെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുവാണ്. അതായത് ആ കുട്ടി ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഷൂവിൻ്റെ ലേസ് കെട്ടുമ്പോൾ നമ്മൾ 2 എണ്ണം അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ ആ കുട്ടിക്ക് അത് ചെയ്യാനായിട്ടുള്ളൊരു മനോഭാവം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നതിൻ്റെ പടുകുഴിയിലേക്ക് ആ കുട്ടി വീണു പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓട്ടോണോമി നമ്മൾ എന്ത് ചെയ്യണം? അത് കൊടുക്കണം. അതായത് അത് കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുമ്പോൾ ഐ ക്യാൻ, ഐ വിൽ എന്ന് പറയുന്നതാണ് ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ 100% ഈ പറയുന്ന ഓട്ടോണോമി, 100% ഷെയിം ആൻഡ് ഡൗട്ട് അങ്ങനെയുള്ളതില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു തുലനാവസ്ഥയിൽ, ഒരു പ്രോപ്പർ ബാലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിയിൽ ജനിക്കുന്ന ഒരു വെർച്യു ഉണ്ട്. ആ വെർച്യു ആണ് വിൽ പവർ എന്ന് പറയുന്ന വെർച്യു, അഥവാ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു വെർച്യു അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും ചോദിച്ചോ ആരെങ്കിലും? ഇല്ല. ഒരു എക്സാമ്പിൾ പറയോ? ഇവിടെ പേഴ്സണൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ടല്ലോ, അതിനൊരു എക്സാമ്പിൾ പറയോ? പേഴ്സണൽ കൺട്രോൾ എന്നുള്ളത് ഗ്രേറ്റർ സെൻസ് ഓഫ് പേഴ്സണൽ കൺട്രോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയോ? ഏതൊരു രീതിയിലായിരിക്കും ആ ഒരു വിത്തിൻ 3 years കുട്ടികൾ ഡെവലപ്പ് ചെയ്യാം? ഏതാ ഈ പേഴ്സണൽ കൺട്രോൾ? മീൻസ് നമ്മളിപ്പോൾ ഈ 1.5 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും, ഓടും, ചാടും, അങ്ങനെയൊക്കെ ആയിട്ട് ആ കുട്ടികൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ കുട്ടികളിൽ തന്നെ ആ ഒരു കൺട്രോള്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നടക്കണമെന്ന് ആ കുട്ടിക്ക് തന്നെ ഒരു തോന്നലുണ്ടാവുകയും അപ്പോൾ ആ വീഴുന്നു, പിന്നെ അതിനുശേഷം എഴുന്നേൽക്കുന്നു, വീഴുന്നു, അങ്ങനെ ഇത് കൺട്രോൾ ചെയ്ത് ആ കുട്ടി ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. സ്വന്തമായിട്ട് എനിക്കത് വേണം എന്നുള്ള രീതിയിലേക്ക് ആ കുട്ടി പോവുകയാണ്. അതായത് അതിൻ്റെ മനസ്സിൽ ഈ ഓട്ടോണോമി എന്ന് പറയുന്ന ഒരു അവസ്ഥ ആ കുട്ടിയിൽ ജനിക്കുന്നത് കൊണ്ടാണ് ആ കുട്ടി ആ ഒരു സ്വതന്ത്രാവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള ഒരു കൺട്രോളിലേക്ക് ആ കുട്ടി ആകുവാണ്. മനസ്സിലായോ? കുട്ടിയുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയിൽ എന്താണ്? എനിക്ക് നടക്കണം, എനിക്ക് നടന്നേ പറ്റൂ, എനിക്ക് ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടേ പറ്റൂ. അപ്പൊ ആ കുട്ടി തന്നെ ആ കുട്ടിയെ കൺട്രോൾ ചെയ്യുവാണ്. മനസ്സിലായോ ജൂബി? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, വിഭാവനം ചെയ്യുന്നത്. മനസ്സിലായി? അല്ലാതെ ഈ പറയുന്ന വേറൊരു സെൻസിന് കൺട്രോൾ ആ ഒരു രീതിയല്ല. ആ കുട്ടി തന്നെ ആ കുട്ടിയെ കൺട്രോൾ ചെയ്യുവാണ്. എനിക്ക് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഇടണം, എൻ്റെ ഷൂവിൻ്റെ ഇത് കെട്ടണം എന്നൊക്കെ കുട്ടി തന്നെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് ഈ പേഴ്സണൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന 2 തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം നമുക്ക് അവിടെ കൊടുത്തു കഴിയുമ്പോൾ ആ കുട്ടിയിൽ ഐ ക്യാൻ, ഐ വിൽ എന്ന്, അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെർച്യു ഉണ്ട്. അതിൻ്റെ പേരാണ് വിൽ പവർ അഥവാ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ കാണിക്കുന്ന ഒരു പ്രകടമായ ഒരു കാര്യമാണ് ടോയ്ലറ്റ് ട്രെയിനിങ്. അതേപോലെ ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മുടെ ഫ്രോയിഡിന്റെ എയ്നൽ സ്റ്റേജുമായിട്ട് ആണ് ബന്ധം. അതിൽ എയ്നൽ സ്റ്റേജിലും അദ്ദേഹം എന്തിനെ പറ്റി പറയുന്നുണ്ട്? ഈ പറയുന്ന ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് 18 മാസം തുടങ്ങി 3 വയസ്സ് വരെയുള്ള കാലഘട്ടം. 2 crises at this stage is autonomy versus shame and doubt. In this stage, children realize that they can do some things by themselves and they insist on those things. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ കുട്ടി ചിന്തിക്കുവാണ്, എനിക്കും കുറേ കാര്യങ്ങൾ ഈ വലിയ ലോകത്തിൽ ഈ കുഞ്ഞനായ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ആ കുട്ടി റിയലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കാലഘട്ടം. ഓക്കെ, as the child gains control over these functions and motor abilities, they began to explore their surroundings. അങ്ങനെ സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ട് motor abilities, they began to explore their surroundings. Parents will provide a strong base of security from which child can venture out, assert their will. നമ്മുടെ പാരൻസ് ആ കുട്ടിക്ക് ഒരു സ്ട്രോങ് ബേസ് ഓഫ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിൽ പവർ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. പാരൻസ് പേഷ്യൻസ് ആൻഡ് എൻകറേജ്മെന്റ് ഹെൽപ്പ് ടു ഫോസ്റ്റർ ഓട്ടോണോമി. ആ അക്ഷമരായിട്ടുള്ള പാരൻസിൻ്റെ ആ ക്ഷമയും അതേപോലെ തന്നെ അവരുടെ എൻകറേജ്മെന്റും ആ കുട്ടിയെ എന്തിലേക്ക് എത്തിക്കുവാണ്? ഒരു ബെറ്റർ ഓട്ടോണോമിയിലേക്ക് ആ കുട്ടിയെ എത്തിക്കുവാണ് ചെയ്യുന്നത്.
at this age children develop their first interest. അതായത് അവരുടെ ആ ഒരു താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ. മ്യൂസിക് ആണെങ്കിൽ ആ മ്യൂസിക്കിലേക്ക് കൂടുതൽ താല്പര്യം, അത് കേൾക്കാനായിട്ടൊക്കെ കൂടുതൽ താല്പര്യത്തിലേക്ക് പോകുന്നത്. As child gain increased muscular coordination and mobility, they become capable of satisfying some of their own needs. അപ്പോൾ അവർ കൂടുതലായിട്ട് മസ്കുലാർ കോർഡിനേഷനുകൾ അതേപോലെ മൊബിലിറ്റി ഒക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നു. ദേ ബിഗിൻ ടു ഫീഡ് ദംസെൽസ്, സ്വയമായിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി വാശി പിടിക്കുന്നു. അതേപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് അവർ വാശി പിടിക്കുന്നു. അതുപോലെ ഡ്രസ്സൊക്കെ കഴുകാൻ ഞാൻ കഴുകും എന്ന് പറയുന്നുള്ള രീതി, അതുപോലെ ഡ്രസ്സ് ഇടുന്നത് കാര്യങ്ങളിൽ വാശി. ഇഫ് കെയർ ഗീവേഴ്സ് എൻകറേജ് their self-sufficient behavior, children develop a sense of autonomy. അപ്പോഴാണ് ആ കുട്ടിയിൽ ഒരു ഓട്ടോണോമി ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അതല്ല, നേരെ തിരിച്ചാണ്. ഇഫ് ദ കെയർ ഗീവേഴ്സ് റെഫ്യൂസ് ടു ലെറ്റ് ചിൽഡ്രൻ പെർഫോം ടാസ്ക് വിച്ച് ദേ ആർ കേപ്പബിൾ, അവർ കേപ്പബിൾ ആയിട്ടുള്ള ടാസ്ക് ചെയ്യുന്നതിൽ നിന്ന് അവരെ റെഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നു? അവർക്ക് അവരുടെ പ്രോബ്ലംസ് വരുമ്പോൾ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം, അവർ ഷെയിം ആൻഡ് ഡൗട്ടിലേക്ക്, ഏത് പ്രതിസന്ധി വരുമ്പോഴും അവർക്ക് അതിനെ തരണം ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അവിടെ നമ്മൾ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് വിൽ പവർ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു വെർച്യു ആ കുട്ടിയിൽ ലഭ്യമാകും എന്നുള്ളതാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡിൽ പറയുന്നത്. ഇപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ഒന്നുമില്ല, ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ പറ്റി ഓർക്കണം, സൈക്കോസെക്ഷൽ സ്റ്റേജിലെ ഏതൊരു സ്റ്റേജിനോട് സാമ്യമാണെന്ന് ഓർക്കണം, വയസ്സ് ഓർക്കണം, ഈ സ്റ്റേജിൽ പേഴ്സണൽ കൺട്രോൾ കടന്നു വരുന്ന കാര്യം ആലോചിക്കണം, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്ന കാര്യം ആലോചിക്കണം. രണ്ട് തരത്തിലുള്ള ക്രൈസിസ്, ഓട്ടോണോമി, ഷെയിം ആൻഡ് ഡൗട്ട്. ആദ്യത്തേൽ ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്. ഇതിൽ ഓട്ടോണോമി, ഷെയിം ആൻഡ് ഡൗട്ട്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വെർച്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ, അതായത് ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ വിൽ പവർ അഥവാ ഡിറ്റർമിനേഷൻ. ആദ്യത്തെ സ്റ്റേജിലുള്ള വെർച്യു ഏതാണ്? മറന്നുപോയോ? ആദ്യത്തെ സ്റ്റേജിലെ വെർച്യു ഏതാണ്? ഹോപ്പ് എന്ന് പറയുന്ന വെർച്യു ആണ്. അപ്പോൾ ഇതാണ്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ എന്താണ്? മൂന്നാമത്തെ സ്റ്റേജ് പ്രീ സ്കൂൾ ഏജ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്ന കാലഘട്ടം. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി അത് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പോകരുത് എന്നുള്ളത് ഞാൻ ഉണർത്തുകയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ട് പലപ്പോഴും നിങ്ങളോട് കാല് പിടിച്ച രീതിയിലാണ്. എനിക്കിതിങ്ങനെ പറയേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മളിൽ എന്തോ ഒരു നമ്മൾ ചെയ്യുന്നൊരു ജോലിയോടുള്ള ഒരു ആത്മാർത്ഥതയും കൂറും, അതുപോലെ നമ്മൾ ജീവിച്ചു വന്നൊരു നിലപാടും, ഞാൻ ആർജിച്ചെടുത്ത ആ ഒരു ഇപ്പം ഈ പറയുന്ന രീതിയിലുള്ള ഈ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകളിലൂടെ കടന്നു വന്ന ആ ആർജിച്ചെടുത്ത ഗുണഗണങ്ങൾ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇത് കണ്ണടച്ചിരിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മളൊരു ഡ്യൂട്ടി ചെയ്യുന്നു, ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് നമ്മൾ ആ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം തമ്പുരാനെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നതും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നതും. അതുമാത്രമല്ല, ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വളരെ ചോര നീരാവിയാക്കിക്കൊണ്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ ഒരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു അധ്യാപനം എന്ന് പറയുന്നത്? അതായത് അത്രയും നമ്മൾ ബുദ്ധിമുട്ടി തന്നെയാണ്. അതും ചെറിയ LKG UKG ഒന്നും അറിയാത്തവരെ പഠിപ്പിക്കുന്നതല്ല, വലിയ ആളുകളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വേണം, അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആരെയും നന്നാക്കിയെടുക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടിയോട് ഒരു നീതീകരണം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സാമ്പത്തികം, ക്യാഷ് മതി എന്നുള്ളൊരു നിലപാടിലാണ് എന്തായാലും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ക്യാഷിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. എനിക്ക് ഇതുവരെയും കുട്ടികൾ ഈ പറയുന്ന രീതിയിൽ ഫീ തന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഒരു നഗ്ന സത്യം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു. ഇപ്പോൾ എന്നെ വിഷമിപ്പിക്കുന്ന അടുത്തൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഇത്രയും വായിട്ടലച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ബുധനാഴ്ചത്തെ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് ഇടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ ചെയ്തു എന്ന് പറയാനായിട്ട് കഴിയും? ഈ ഇരിക്കുന്നവരിലാണെങ്കിലും ഒരാൾക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഞാൻ ചെയ്തു എന്ന്. എന്താണ് ഇത്രയും തകർച്ചയുടെ കാരണം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വയം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു ഗുണം? ബൈബിളിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ലോകം മുഴുവൻ നേടിയാലും അവൻ സ്വയം അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിനൊരു ഗുണവും ഉണ്ടാകത്തില്ല എന്നുള്ളത്. അതായത് നമ്മൾ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. അതായത് ഒരാൾ വിശ്വസിച്ചൊരു കാര്യം ചെയ്യാൻ പറയുന്നു, ആ ആൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് രാവും പകലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി. അല്ലെങ്കിൽ വെൽഫെയർ ഓഫീസറുടെ ഒരു എക്സാം നടക്കുന്നു, അതിന് രാവും പകലും അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നു, ഉറക്കമില്ല, ഊണുമില്ല, ആരോഗ്യമൊന്നും നമ്മൾ വകവെക്കാതെ അതിനിടയിൽ നിങ്ങളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എനിക്ക് വേണമെങ്കിൽ അതിനൊരു ഇടവേള കൊടുക്കാമായിരുന്നു. എന്നിട്ട് പോലും കുട്ടികൾ ഉഴപ്പണ്ട എന്ന് കരുതിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് ഞാൻ ഇടുകയും ചെയ്തു, നിങ്ങളോട് ഞാൻ പറയുകയും ചെയ്തു. ശനിയാഴ്ച തുടങ്ങി തന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്നിട്ട് ഇതുവരെ അതായത് ഞാൻ ഇന്ന് കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞതാണ്, എത്ര പേര് ചെയ്തില്ല? ഒരാൾ. അപ്പോൾ അത് വളരെയേറെ ദുഃഖം തരുന്ന ഒരു കാര്യമാണ്. ഇനി അഥവാ ചെയ്യാത്തവർ എക്സ്ക്യൂസ് ഞാൻ പറഞ്ഞില്ല, ആരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എക്സ്ക്യൂസിലല്ല കാര്യം. നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്താൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മളൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും മാത്രമാണ് അതുകൊണ്ടുള്ള ഉപകാരമുള്ളത്. അതല്ലാതെ അതിൽ ഒരു ക്ലാസ് എടുത്തു തന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് സാറേ എനിക്കൊരു ജോലി കിട്ടി, സന്തോഷം സാറേ, പ്രാർത്ഥനയിൽ കൂട്ടാം എന്നുള്ളൊരു ചെറിയൊരു വാക്കായിരിക്കാം നിങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അത് മാത്രമേ നാം പ്രതീക്ഷിക്കുന്നുമുള്ളൂ. അതല്ലാതെ അതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം. അവരൊരു നിലയിൽ എത്തിച്ചു കഴിയുമ്പോൾ അവർ എത്തി എന്നറിയുന്നതിലാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാരിതാർത്ഥ്യമുള്ളൂ. അതല്ലാതെ അവരെങ്ങും എത്തിയില്ല, അവരുടെ പൈസ പോയി എന്നറിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക വിഷമം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് വളരെ വിഷമത്തോടുകൂടിയും വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടിയും മനസ്സ് നുറുങ്ങിക്കൊണ്ടുമാണ് ഈ വാക്കുകൾ ഞാനിവിടെ പറയുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ ചെറിയ കുട്ടികളാണ്, ഒരു LKG ക്ലാസ്സിൽ അല്ലെങ്കിൽ UKG ക്ലാസ്സിൽ പഠിക്കുന്നവർ, 1-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 10-ാം ക്ലാസ് എന്തും ആവട്ടെ, അങ്ങനെയുള്ള ചെറിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അമ്മമാരാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഹോംവർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പഠിക്കുന്നില്ല, നിങ്ങൾക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടാകും. അതുപോലെ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഒരു പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്, കാരണം അപ്പോൾ ചോദിക്കുന്നത് ഡ്യൂട്ടിയല്ലേ, പൈസ തന്നിട്ടാണ്, കാര്യം ശരിയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എനിക്കിങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ഞാൻ എന്തിനാണ് ഈ മനസ്സ് വെപ്രാളപ്പെടുന്നത് എന്ന് എനിക്ക് തീരുമാനിച്ചാൽ പോരെ. പക്ഷെ നിങ്ങളുടെ ഈ പോക്ക് കണ്ടിട്ട് നമുക്ക് എവിടെ എത്താൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ എന്നിൽ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തിരക്കുകളില്ലാത്തവരാരുമില്ല. എനിക്കും തിരക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എനിക്കൊരു തിരക്കുമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളും എനിക്ക് നടക്കണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് നടക്കണം, എൻ്റെ ജോലി കാര്യങ്ങൾ എനിക്ക് നടക്കണം. പിന്നെ നമുക്ക് ഈ ക്ലാസ്സുകൾ നമ്മൾ എടുക്കണം, ക്ലാസ്സിൽ നോട്ട് ഇടണം, അതിനിടയ്ക്ക് എക്സാം തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം. എനിക്കും 24 മണിക്കൂറേ ഉള്ളൂ, 24 hours എനിക്കും ഉള്ളൂ. അല്ലാതെ എനിക്ക് തമ്പുരാൻ 24-ൽ കൂടുതൽ അതിൻ്റെ ഇരട്ടി സമയങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ആ പ്രതിസന്ധി, അതിനിടയ്ക്ക് എനിക്കും അസുഖങ്ങൾ വരും, അല്ലെങ്കിൽ വീട്ടുകാർക്ക് അസുഖങ്ങൾ വരും, ജോലി സ്ഥലത്ത് ചിലപ്പോൾ തിരക്കുകൾ കൂടും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലയൻറ്റ് വന്ന് ചീത്ത പറയും. ഇതൊക്കെ ഞാൻ അതിജീവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെയും ഞാൻ അതിൽ തളരാതെ ഞാൻ എന്ത് ചെയ്യുവാണ്, നമ്മളതിനുള്ള സമയങ്ങൾ കണ്ടെത്തുവാണ്. അവിടെ നഷ്ടപ്പെടുന്നത് ഇവിടെ കണ്ടെത്തുന്നു. ആകെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഉറക്കത്തിലാണ്, അപ്പോൾ ഉറങ്ങാതിരുന്നാൽ പോരെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും 24 മണിക്കൂറുള്ളൂ. നിങ്ങൾ മാത്രം എന്തോ ആനക്കാര്യം പോലെയാണ്. എനിക്ക് അവളുടെ ജോലി, എനിക്ക് അവളുടെ തിരക്ക്, എനിക്ക് ഇങ്ങനെ തിരക്ക്, എനിക്ക് കുട്ടികളുണ്ട്. ഇതെന്താ, ആർക്കും വേറെ കുട്ടികളും കാര്യങ്ങളും ഒന്നുമില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഈ പറഞ്ഞ രീതിയിൽ ഹസ്ബൻഡിനെ നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഒരിക്കലും ഇത് ചെയ്യാനോ അത് നമ്മൾക്ക് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനോ കഴിയത്തില്ല. കാരണം കുപ്പിയിൽ തുറന്നു വന്ന ഭൂതത്തെ പോലെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ വരുന്നത്. ഇന്ന് ചിലപ്പോൾ നമ്മൾ വളരെ ശാന്തമായിരിക്കും, നാളെ വേറെ പ്രശ്നം വരും. നാളെ പ്രശ്നമില്ലാത്ത ദിവസമാണെങ്കിൽ മറ്റന്നാൾ വേറെ അതിലും വലിയ പ്രശ്നങ്ങൾ വരും. മനുഷ്യജീവിതമാണോ, പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ടല്ലേ രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ളവർ പ്രാർത്ഥിച്ചത്, പ്രശ്നങ്ങൾ എത്ര വേണമെങ്കിലും തന്നോളൂ, പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ തരണമേ തമ്പുരാനെ എന്നാണ് രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ളവർ പ്രാർത്ഥിച്ചത്. അതുതന്നെ എനിക്കും നിങ്ങളോട് പറയാനുള്ളൂ. ഈ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന് നമുക്ക് തരണം ചെയ്യാനായിട്ട് നമുക്ക് കൊണ്ട് പറ്റണം. നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഈ സമയമൊന്നും കണ്ടെത്താതെ നിങ്ങൾ വെറുതെ എപ്പോഴും പാടുന്ന ആ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് തിരക്കാണ്, 2 ദിവസം കഴിഞ്ഞ് ചെയ്യാം സാറേ. ഫീസിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പൈസ ഇപ്പം ഇല്ല സാറേ, 2 ദിവസം കഴിഞ്ഞിടാം സാറേ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ത് ഈ മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലേ? ഇത് നിങ്ങളുടെ മാത്രം കുത്തകയാണോ ഈ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ സമയമില്ലായ്മ? നിങ്ങൾ ഇത്രയും വിശേഷ ബുദ്ധിയുള്ള ഒരു ചെറിയൊരു മൃഗത്തിൻ്റെ ബുദ്ധി പോലും നിങ്ങൾ കാണിക്കാത്തത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനിമലിനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മളുടെ അത്രയും പോലുള്ളൊരു സെറിബ്രമോ സെറിബല്ലമോ ഒന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പടർന്ന് പന്തലിച്ച ആൽമരം പോലെ ഇരിക്കുന്ന സെറിബ്രവും സെറിബല്ലവും മെഡിലാവും ബ്ലാങ്കേറ്റയും ഒക്കെ ഉള്ള നമ്മളാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ വിശേഷ ബുദ്ധി ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്. ഫീസ് ചോദിക്കുമ്പോൾ പൈസയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ മറുഭാഗത്ത് ഇവിടെ ആർക്കും പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ദുഃഖവുമില്ല. എന്താ വെച്ചാൽ വെറുതെ കല്ലും മണ്ണും പോലുള്ള മനുഷ്യനാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാത്തത്, അത് സമയം കിട്ടിയില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇനി നമുക്കിത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അത്രയും വിഷമിച്ചിട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. നമ്മുടെ ക്ലാസ് തന്നെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു തീരുമാനം എടുത്താൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തന്ന പൈസ അങ്ങോട്ട് തന്നെ തിരിച്ചു തന്നേക്കാം. കാരണം എനിക്ക് വേണ്ട അത്. കാരണം വെച്ചാൽ അത് വെറുതെ അങ്ങ് വെറും വാക്ക് പറയുന്നതല്ല, വേണ്ട, എനിക്ക് മടുത്തു. കാരണം കുറേ പ്രാവശ്യം പറഞ്ഞ് മടുത്തു. നിങ്ങൾ നന്നാകുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് നന്നാകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ലല്ലോ. പൊന്നുമക്കളെ, നമുക്ക് സ്വരം നല്ലപ്പോഴേ ഗാനം നിർത്താം, മനസ്സിലായോ? വേറെ ഒന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇടക്കിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല വിജയിച്ച് കണ്ടേച്ചാൽ മതി. ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചെയ്ത ഒരു കുട്ടി മാത്രമുണ്ട്. ആ കുട്ടിയോട് പിന്നെ നമുക്ക് എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല ബാക്കി. പക്ഷെ ഞാനിത് ആദ്യമേ എനിക്ക് പറയണമെന്ന് വന്നു. പക്ഷേ നിങ്ങളൊരു ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ, അത് കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരുമ്പോൾ ഞാൻ അത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത് ശരിയല്ല. അതിനും എൻ്റെ മനസ്സ് അനുവദിക്കാഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ക്ലാസ് ഭംഗിയായിട്ട് തന്നതിന് ശേഷം ഞാൻ ഈ കാര്യം നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്, ഈ പത്രസമ്മേളനം ഇപ്പോൾ നടത്തിയത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എന്തായാലും പോകാനായിട്ട് തന്നെയാണ് എൻ്റെ തീരുമാനം. ഇത്രയും വിഷമിപ്പിച്ചിട്ടുള്ള ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല. കാരണം പല ബാച്ചുകളും നമ്മൾ കടന്നുപോയി, മനസ്സിലായി. ഇതിപ്പോൾ 3 ബാച്ചുണ്ട്. ഈ 3 ബാച്ചിൽ ചെയ്തേക്കുന്നത്, ഒരു ബാച്ചിൽ ഒരു കുട്ടി, ഒരു ബാച്ചിൽ ഒരു കുട്ടി, ഒരു ബാച്ചിൽ ആരുമില്ല. ഫീസിൻ്റെ കാര്യമാണെങ്കിലും വേറെ ഒരു രീതിയല്ല, എല്ലാവരും ഈ ഒരു രീതി തന്നെയാണ്, മനസ്സിലായി. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പങ്കായ കുരിശിലാകും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കൂടുതലായിട്ട് വിഷമിക്കാനായിട്ട് വയ്യ. ഇത് ചെയ്തില്ല. എനിക്ക് എപ്പോഴും ആ ചിന്താഗതിയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇനി അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ, ഇനി അവർ അത് ഇപ്പം ഞാൻ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവർ മനസ്സിലായെന്ന് പറയുന്നതാണോ? 100 കൂട്ടം ചിന്താഗതികളാണ് വരുന്നത്.
ഇതൊക്കെ ഞാൻ എൻ്റെ കുട്ടികളല്ലേ എന്ന് വെച്ചിട്ട് ഓപ്പണായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളത് പാലിക്കപ്പെടാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത്? കാരണം നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, വലിയ ആളുകളുമാണ് അമ്മമാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാകുമ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കുമ്പോൾ വലിയൊരു വിഷമം എന്നിൽ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കടുത്തൊരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കണ്ട. കാരണം ഈ പറയുന്ന രീതിയിൽ എങ്ങനെ ആയാലും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അടച്ച ഫീ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു തന്നിട്ട് നമുക്ക് സ്വയം നല്ലപ്പോഴേ തന്നെ ആ ഗാനം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന രീതിയിൽ വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയുന്ന പോലെ ചേരണമെങ്കിൽ ചേരാം. എന്നിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ബുദ്ധിമുട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള ഒരു ഇതില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ല രീതിയിൽ ചോര നീരാക്കിയ ഒരു ക്ലാസ് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ആ അധ്യാപകനെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് ഏതൊക്കെ മാർഗങ്ങൾ പറ്റുമോ ആ മാർഗങ്ങൾ മൊത്തം നിങ്ങൾ അവലംബിച്ച് ആ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. ഇത്രയും മനുഷ്യത്വരഹിതമായിട്ടുള്ള കാരണവന്മാർ പറയുന്നത് പോലെ കണ്ണീച്ചോരയില്ലാത്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഇതിനെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ സ്വാർത്ഥതയാണോ? സമയമില്ല എന്നുള്ള ഒരു സ്ഥിരം പല്ലവിയൊന്നും നിങ്ങൾ ആരും പറയണ്ട. കാരണം എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കണം. അതിനുവേണ്ടിയാ ബുധനാഴ്ച ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് പിറ്റേ ദിവസമാണോ എക്സാം നടത്തിയത്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട്. ശനിയാഴ്ച ക്വസ്റ്റ്യൻ പേപ്പർ തന്നതാണ്. ട്രാൻസ്ജെൻഡർ ആക്ട് പഠിക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി. എന്നിട്ട് ഈ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായില്ല. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കൂ എന്ന് പറഞ്ഞു. ഒരു ട്രാൻസ്ജെൻഡർ ആക്ട് പഠിക്കാനായിട്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു എൻ്റയർ സിലബസ് പഠിക്കാൻ എത്ര ദിവസം എടുക്കും? നിങ്ങൾക്ക് ഒരു 3 കൊല്ലം കിട്ടിയാലും പഠിച്ച് തീരത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉടൻ ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ സുള്ളിട്ടിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു മനോഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ സുള്ളിടുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തായാലും ഇനി ആലോചിക്കാമെന്നുള്ള ഘട്ടമാണ് കേട്ടോ. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വെറുതെ ഇങ്ങനെ വന്നിരുന്ന് എൻ്റെ കുറേ ആട്ടങ്ങൾ കണ്ട് അങ്ങോട്ട് പോയി ഒന്നും ചെയ്യുന്നില്ല. അത് മാനസികമായുള്ള ബുദ്ധിമുട്ടിലേക്കാണ് കുട്ടികളെ എത്തിക്കുന്നത്. നിങ്ങളതൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനീ പറഞ്ഞത് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന രീതിയിലാണ് എനിക്ക് നിങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ കടന്നു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേവലം നിങ്ങൾ വിചാരിക്കും ഈ മോരെന്താ ഈ പറയുന്നത്, പൈസയും കൊടുത്ത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാനറിയാം, ഞങ്ങൾ വലിയ കുട്ടികളല്ലേ, പിന്നെ ഇയാളെന്തിനാണ് ഈ കിടന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. അത് ഓപ്പണായിട്ട് പറയുവാണ്, പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരാൾ വഴി തെറ്റിപ്പോകുമ്പോൾ ആ ഇരുളിൽ നിന്ന് പോകുന്നവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് അധ്യാപകൻ. ഒരാൾ ഇരുളിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം ആ അധ്യാപകന്. നിങ്ങൾ അജ്ഞതയിലാണ്, അപ്പം നിങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കതിന് യോഗ്യതയില്ല മക്കളെ. ആ ക്ലാസ് എടുക്കാനായിട്ടുള്ളൊരു യോഗ്യതയില്ല, നിങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള യോഗ്യതയില്ല. കാരണം ഞാൻ പറയുന്നത് ഒരു വാക്ക് പോലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനർത്ഥം ആ ആൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് മറുപടി പറ. എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള മറുപടി. അപ്പോൾ ഈ ഇന്ന് ആയിരുന്നു ലാസ്റ്റ് ഇത് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ആരും ഈ പറയുന്ന രീതിയിൽ ആ ക്ലാസ്സിന് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, ചെയ്തിട്ടില്ല. പലവിധ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എനിക്കും ഉണ്ട് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളും സമയക്കുറവും കാര്യങ്ങളും ഒക്കെ. എന്നിട്ടും ഞാൻ ഈ പറയുന്ന പോലെ ക്ലാസ്സുകൾ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? എന്നിൽ അർപ്പിതമായൊരു ഡ്യൂട്ടി ഉണ്ടെന്ന് കരുതിയത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വല്ലാത്തൊരു ചതിയായി പോയി നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ
എന്നും പ്രാർത്ഥിക്കാറുള്ളത്, എന്നും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു മോട്ടിവേഷൻ തന്നുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യം ആരംഭിച്ചപ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടിയൊക്കെയാണ് ആരംഭിച്ചത്. എല്ലാം ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് ഫലം? അവരിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നുറുങ്ങുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇത്ര എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര നാൾ പഠിച്ച ഒരു സ്ഥലത്തു നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംസാരങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാതിരിക്കാം. അതായത് പക്ഷെ അവിടെ ഒന്നും ഞാനും പഠിച്ചിട്ടുണ്ട്, എനിക്കൊന്നും ഇങ്ങനെയൊന്നും ആരുടെയൊന്നും കേൾക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം വെച്ചാൽ ആളുകൾക്കൊന്നും അങ്ങനെ ആരെയും നന്നാക്കാനൊന്നും ഇഷ്ടമില്ല എന്നുള്ളതാണ്, മനസ്സിലായോ? പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അത് എൻ്റെ കുഴപ്പമായിരിക്കാം, ചിലപ്പോൾ ഒരു ഭ്രാന്തായിരിക്കാം എന്ന് തോന്നുന്നു. മറ്റേ കവിതയിൽ പറഞ്ഞതുപോലെ ഇത് ഈ പറയുന്ന രീതിയിലൊരു ഭ്രാന്തൻ്റെ സ്വപ്നമായിരിക്കാം. എല്ലാവരെയും ഈ പറഞ്ഞ രീതിയിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ടിയിട്ട് മനസ്സ് വിങ്ങിപ്പൊട്ടുന്നൊരു ഭ്രാന്തൻ്റെ സ്വപ്നമാകാം, മനസ്സിലായി? എന്നിരുന്നാലും എന്തായാലും വളരെയേറെ വിഷമമായിപ്പോയി. എന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ തന്നെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പഠിക്കാനായിട്ടും അതുപോലെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്കെല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്നവർ നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്ക് തന്നെ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം സർവശക്തനായ തമ്പുരാൻ മാറ്റി എല്ലാവർക്കും ദീർഘായുസ്സും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പഠിക്കാനായിട്ടുള്ള ഏതൊരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും, എവിടെ നിങ്ങൾ ജോയിൻ ചെയ്താലും, ഏത് കോഴ്സിന് ജോയിൻ ചെയ്താലും നന്മയോടുകൂടി നല്ല മനസ്ഥിതിയോടുകൂടി അവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതിൽ മുന്നേറാനായിട്ടുള്ളൊരു കഴിവ് സർവശക്തനായ തമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ.